Hello, good morning. Good morning. Okay. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് ഡോക്ടർ മുരളി മോഹൻ സാറാണ്. സാർ ആദ്യമായിട്ടാണ് മോർണിംഗ് സർക്കിളിൽ വരുന്നത്. സാറ് കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. മൈൻഡ് ആൻഡ് മെമ്മറി കോച്ചാണ്. സാറിന്റെ കൗൺസിലിംഗ് സെന്റർ എറണാകുളത്തായിട്ടാണ് വരുന്നത്. അപ്പൊ സാറിനെ ഈ ഒരു ക്ലാസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്യാം സാർ. Okay, good morning to all. Good morning. ഗുഡ് മോർണിംഗ് സർ. എന്റെ സ്പീച്ച് നല്ല ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ, ക്ലിയർ ആണ്. ഓഡിയോ വീഡിയോ എല്ലാം ക്ലിയർ ആണ്. എല്ലാം ക്ലിയർ ആണ് സർ. അപ്പോ ഒരു ചെറിയ റിക്വസ്റ്റ് ഉള്ളത്, മാക്സിമം ഇന്ററാക്ട് ചെയ്യുക. അത് കൂടുതൽ എഫക്റ്റീവ് ആക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് സക്സസ് ഇൻ ലൈഫ് ത്രൂ മൈൻഡ് പവർ. മനഃശക്തിയിലൂടെ എങ്ങനെ ജീവിത വിജയം നേടാം. മോർണിംഗ് സർക്കിൾ ഞാൻ കാണാറുണ്ട്. നല്ല പ്രോഗ്രാമാണ്. വിംബിൾ അക്കാഡമിക്ക് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ. ഇത്തരം മെന്റൽ ഹെൽത്ത് രംഗത്ത് വലിയ ഒരു മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു കാര്യമാണ് അറിവ് പങ്കുവയ്ക്കുക. അപ്പോൾ ശാരീരികമായ ആരോഗ്യത്തെ കുറിച്ച് വളരെയധികം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഈ മനഃശക്തിയുടെ രംഗത്ത് വളരെ കുറച്ച് മാത്രമേ നടക്കുന്നുള്ളൂ. ഇതൊരു നല്ല അറ്റംപ്റ്റ് ആണ്. ഒരുപാട് അറിവുകളാണ് ഓരോ ദിവസവും പങ്കുവയ്ക്കുന്നത്. എനിക്കത് വളരെ സന്തോഷമുണ്ട് ഇതിന്റെ ഭാഗമാകാൻ കഴിയുന്നത്. ഇന്ന് ഇങ്ങനൊരു അവസരം തന്ന വിംബിൾ അക്കാഡമിക്ക് എന്റെ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. നമുക്ക് സബ്ജക്റ്റിലേക്ക് കടക്കാം. മനഃശക്തിയിലൂടെ ജീവിത വിജയം, ഇതാണ് ഇതിന്റെ സബ്ജക്ട്. സക്സസ് ത്രൂ മൈൻഡ് പവർ. അപ്പോ ആദ്യമായിട്ട് നമുക്ക് മൈൻഡ് പവർ എന്താണ് നിങ്ങൾക്കറിയാമായിരിക്കും. നിങ്ങൾ എല്ലാ രംഗത്ത് വർക്ക് ചെയ്യുന്നവരാണ്. അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മൾ ഒന്നുകൂടെ അത് ഡിസ്കസ് ചെയ്യുന്നു, പങ്കുവയ്ക്കുന്നു എന്നേ ഉള്ളൂ. എന്താണ് മൈൻഡ് പവർ ഉള്ളവരുടെ ലക്ഷണങ്ങൾ, അതാണ് നമുക്ക് ചർച്ച ചെയ്യാൻ. അപ്പൊ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ നല്ലതാണ്. മൈൻഡ് പവർ ഉള്ളവരുടെ സിംറ്റംസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ളവരെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും, അവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പറയാം, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് പറയാം. ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, വെരി ഗുഡ്. അവര് ഹെൽത്തി ഡിസിഷൻസ് എടുക്കും, നല്ല ഡിസിഷൻ എടുക്കും. രണ്ട് കാര്യം പറഞ്ഞത് രണ്ടും എക്സാക്ട് പോയിന്റ് ആണ്. അതായത് അവർക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അവര് നല്ല കറക്റ്റ് ഡിസിഷൻ എടുക്കും. അങ്ങനെയാണ് വിജയത്തിലേക്ക് വരുന്നത്, ജീവിത വിജയത്തിലേക്ക് വരുന്നത്. നല്ല കോൺഫിഡന്റ് ആയിരിക്കും. അവർക്ക് സെൽഫ് കോൺഫിഡൻസ് കൂടുതലായിരിക്കും. പിന്നെ ഇപ്പൊ മൂന്നെണ്ണം വന്നത് മൂന്നും കറക്റ്റ് പോയിന്റുകൾ. ഞാൻ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് പോസിറ്റീവ് ആയിരിക്കും ജീവിതത്തിൽ. അതെ, അവർക്ക് ഒരു പോസിറ്റീവ് തിങ്കിങ് ഉണ്ടായിരിക്കും. അവരെപ്പോഴും എല്ലാ കാര്യത്തിന്റെയും പോസിറ്റീവ് സൈഡ് എടുക്കാൻ ശ്രമിക്കും. 4 പോയിന്റ് ആയി. ഇനിയുണ്ട്, അത് നിങ്ങൾ വിചാരിച്ചാൽ പറയാൻ പറ്റും, ഇല്ലെങ്കിൽ ഞാൻ ബാക്കി പറയാം. റെസിലിയൻസ് ഉണ്ടായിരിക്കും. ഫെയിലിയേഴ്സ് തിരിച്ചു വരാനുള്ള കഴിവ്. മോട്ടിവേഷൻ കൊടുക്കാൻ അവർക്ക് ഏബിൾ ആയിരിക്കും. മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. നോ പറയേണ്ട സ്ഥലത്ത് നോ പറയും. കേട്ടില്ല മേഡം? നോ പറയേണ്ട സ്ഥലത്ത് അവര് നോ പറയും. അവർ സ്വന്തം അഭിപ്രായം എവിടെയും പ്രകടിപ്പിക്കും. മറ്റുള്ളവരുടെ താളത്തിന് തുള്ളത്തില്ല, മറ്റുള്ളവരുടെ കയ്യിലെ കളിപ്പാവയാവത്തില്ല. അവർക്ക് അവരുടേതായ അഭിപ്രായം ഉണ്ടാകും. അങ്ങനെയാണ് വിജയത്തിലേക്ക് വരുന്നതിന്റെ പല പല വഴികളിലൂടെയാണ് മനഃശക്തിയിലൂടെ നമ്മൾ വിജയം നേടുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നല്ല വിജയം നേടിയ ആൾക്കാരുടെ നല്ല മനഃശക്തി ഉള്ളവർ തന്നെയാണ്. ഇപ്പൊ നല്ല വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരെല്ലാവരുടെയും പിറകിൽ ശരീരത്തിന്റെ ആരോഗ്യത്തെക്കാൾ വളരെയധികം, ഒരു 100 ടൈംസ്. നിങ്ങൾക്കറിയാം, ശാരീരിക ആരോഗ്യം വേണം, ഫിസിക്കൽ ഹെൽത്ത് പ്രധാനമാണ്. പക്ഷെ അതിനൊക്കെ എത്രയോ മടങ്ങാണ് മെന്റൽ ഹെൽത്ത് എന്നറിയാം. മാനസികമായ ആരോഗ്യത്തിലാണ് നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയും താഴ്ചയും എല്ലാം ഇരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ശരിയായ അവയർനെസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏതാണ്ട് 90% പ്രശ്നങ്ങളും ഫാമിലി പ്രശ്നങ്ങളും ഒക്കെ തീരും. ആളുകൾ എല്ലാവരും മനഃശക്തി നേടിക്കഴിഞ്ഞാൽ. പക്ഷെ അതിനുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നും. പിന്നെ ഇതുപോലെ നല്ലൊരു അറ്റംപ്റ്റ് ഇപ്പം വിംബിൾ അക്കാഡമി ചെയ്യുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ മോർണിംഗ് സർക്കിൾ പോലെ അറിവുകൾ ഇത്രയും പങ്കുവയ്ക്കുന്നത്. നല്ല നല്ല അറിവുകൾ. ഓക്കെ, ഒരു 4-5 പോയിന്റ് നല്ല പോയിന്റ് പറഞ്ഞു. ഇനി വല്ലതും ഉണ്ടോ? മൈൻഡ്ഫുൾനെസ്. അവര് ഒരുപാട് മനസ്സിങ്ങനെ അലയാൻ വിടത്തില്ല. മൈൻഡ് വാണ്ടറിങ് കുറവായിരിക്കും. അവര് ഫോക്കസ് ചെയ്യും.
നല്ല ഫോക്കസ്, എന്ത് കാര്യം ചെയ്യുന്നോ അവിടെ ആയിരിക്കും അവരുടെ മൈൻഡ്. അതുകൊണ്ട് എന്താണ്, ഔട്ട്പുട്ട് കൂടുതലായിരിക്കും, പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും, എഫിഷ്യൻസി കൂടുതലായിരിക്കും. പഠിക്കുന്ന കുട്ടിക്ക് ടോപ്പ് റാങ്ക് കിട്ടും, എഞ്ചിനീയർ നല്ല എഞ്ചിനീയർ ആവും, ഓപ്പറേഷൻ നടത്തുന്ന സർജൻ ഓപ്പറേഷൻ വിജയിക്കും, നല്ല അധ്യാപകനാവും. അപ്പൊ ഇവർക്കെല്ലാം വേണ്ടത് മൈൻഡ് പവറാണ്. ഒരു അധ്യാപകൻ നല്ല അധ്യാപകനാവണമെങ്കിൽ, ഒരു വീട്ടമ്മ നല്ല വീട്ടമ്മയാവണമെങ്കിലൊക്കെ നല്ല മൈൻഡ് പവർ വേണം. അതില്ലാത്തപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും? ഇമോഷണൽ റെഗുലേഷൻ അത് പറഞ്ഞു, നേരത്തെ പറഞ്ഞു ഇമോഷണൽ. ഓക്കെ, ബിഗ് ഡ്രീമേഴ്സ് ആയിരിക്കും സാർ. വലിയ സ്വപ്നം കാണുന്നവരായിരിക്കും. എന്താണ് സാർ? വലിയ സ്വപ്നങ്ങൾ കാണുന്നവരായിരിക്കും ബിഗ് ഡ്രീമേഴ്സ്. ദേ ഹാവ് ഡ്രീംസ്. അവര് ഗോൾ സെറ്റ് ചെയ്യും. ഡ്രീം ഉണ്ട്, പക്ഷെ അവര് ഫിക്സഡ് ആയിട്ട് ഗോൾ സെറ്റ് ചെയ്യും, അത് ഇംപ്ലിമെന്റ് ചെയ്യും കഴിയുന്നത്ര. ഒരു ഗോൾ സെറ്റ് ചെയ്തെന്ന് വിചാരിച്ചാൽ അത് നേടിയെന്ന് വിചാരിച്ചാൽ അടങ്ങിയിരിക്കത്തില്ല. അവർ എ ടൈപ്പ് പേഴ്സണാലിറ്റിയാണ്. അവർ വീണ്ടും വീണ്ടും കുതിച്ചുകൊണ്ടേയിരിക്കും. കുതിരപ്പുറത്ത് കയറി അങ്ങനെ മുന്നോട്ട് പോകും. അപ്പുറം ഇപ്പുറം നിൽക്കുന്നവർ എന്ത് പറയും എന്നുള്ളത് മൈൻഡ് ചെയ്യുന്നില്ല. അവർ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കും. അവർ വലിയ വലിയ നേട്ടങ്ങൾ നേടും. അവർ ഇന്നിവിടെ നിൽക്കുന്നു, നാളെ എവിടെ നിൽക്കാന്ന് പറയാൻ പറ്റത്തില്ല. അവരുടെ വളർച്ച ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മുടെ സമയക്കുറവുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് പറയാം. നല്ല മൈൻഡ് പവർ ഉള്ള ആള് ദേഷ്യം നിയന്ത്രിക്കും, എല്ലാ വികാരങ്ങളെയും നിയന്ത്രിക്കും. ടെൻഷൻ, ഭയം, സ്നേഹം, പ്രേമം. അപ്പൊ നിയന്ത്രിക്കാനൊക്കാത്ത പ്രേമമാണ് പലപ്പോഴും കുത്തിക്കൊലയിലൊക്കെ കലാശിക്കുന്നത്. ഒരാളെ പ്രേമിച്ചു, ഇപ്പൊ തന്നെ ചിത്രപ്രിയ എന്ന് പറഞ്ഞൊരു കുട്ടിയെ കൊന്നു. അപ്പൊ പ്രേമമാണ്, പക്ഷെ അത് കൺട്രോൾ ഇല്ല. വേറൊരാളുടെ ഭാര്യയെ പ്രേമിക്കുന്നു, പിന്നെ ഹസ്ബൻഡ് കൊട്ടേഷൻ കൊടുക്കുന്നു. അപ്പൊ ഇവിടെയൊക്കെ പുള്ളി പറയുന്നത്, എനിക്ക് പിന്നെ അവസാനം നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അടി കൊടുത്തിട്ട് ചോദിക്കുന്നത്, നിനക്ക് എന്തോ നീ എന്തിനാ അവൾക്ക് മെസ്സേജ് അയക്കുന്നത്? എനിക്ക് എന്റെ കൂടെ ജോലി ചെയ്യുന്നതാണ്, പക്ഷെ എനിക്ക് അവളോടുള്ള സ്നേഹം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഞാൻ വീട്ടിൽ വന്നാൽ അവൾക്ക് അങ്ങ് മെസ്സേജ് അയച്ചു പോകും. പുള്ളിക്ക് കൺട്രോൾ ഇല്ല. അവസാനം നാട്ടുകാരെല്ലാം കൂടെ പഞ്ഞി കിട്ടു. അവളുടെ ഹസ്ബൻഡ് വന്ന് അടി കൊടുത്തു, പോലീസ് സ്റ്റേഷനിലായി, കേസായി. അപ്പൊ ആ മൈൻഡ് പവർ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. അപ്പൊ ഈ ദേഷ്യം മാത്രമല്ല നിയന്ത്രിക്കേണ്ടത്, സ്നേഹവും പ്രേമവും ഭയവും എല്ലാ വികാരങ്ങളും നിയന്ത്രിച്ചെങ്കിലേ നമുക്ക് നല്ല വിജയത്തിലേക്ക് പോകാൻ പറ്റും. സകല വികാരങ്ങളും നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. അതിലൂടെയാണ് വിജയം നേടുന്നത്. എല്ലാം നമുക്ക് ആവശ്യം. അപ്പോ വികാരങ്ങളെ നിയന്ത്രിക്കും. അത് നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ പറയാത്ത കാര്യമാണ് അടുത്ത പറയാൻ പോകുന്നത്. ആഗ്രഹങ്ങളെ നിയന്ത്രിക്കും. നമുക്ക് പല ആഗ്രഹങ്ങളുണ്ടാവും. നമ്മുടെ സാമ്പത്തികം അതിന് അനുകൂലമായിരിക്കത്തില്ല. അപ്പൊ നമുക്കൊരു മാരുതി കാറുണ്ട്, ചെറിയൊരു കാർ, ആൾട്ടോ കാറുണ്ട് വർഷങ്ങളായിട്ട്. നമ്മളൊരു ചെറിയ എംപ്ലോയി ആണ്. അപ്പൊ മകൻ പിന്നെ ബിടെക്കിന് പഠിക്കുകയാണ്, അല്ലെ +1 പഠിക്കുക. അച്ഛാ, നമുക്ക് പുതിയ കാർ ഇറങ്ങി, ടൊയോട്ടയുടെ പുതിയ കാർ കണ്ടോ? അത് 16 ലക്ഷം രൂപയേ ഉള്ളൂ. നല്ല ഒരു സ്പോർട്ടി ടൈപ്പാണ്. അതിന്റെ ലുക്ക് നോക്കി നമ്മുടെ പഴയ കാർ കൊടുത്തു. അവിടെ കൊച്ചച്ഛൻ കാർ എടുത്തു. മോനെ, അച്ഛനിപ്പോ വീടിന്റെ ലോൺ അടയുന്നു, പിന്നെ മന്ത്ലിയുള്ള ഇൻകത്തിനകത്ത് നിർത്തിക്കൊണ്ട് ഇത് 16,000 രൂപ. അച്ഛാ, ഇപ്പൊ പൈസ വേണ്ട, നമ്മുടെ കാറും കൊടുത്ത് പാസ്ബുക്കും കൊടുത്താൽ മതി, ചെക്ക് ലീവ് കൊടുത്താൽ മതി, അച്ഛൻ വിഷമിക്കണ്ട, ഇതൊക്കെ മാറച്ച. വേണ്ട മോനെ. മോന് മൈൻഡ് പവർ ഇല്ല. പക്ഷെ മൈൻഡ് പവർ ഇല്ലാത്ത അച്ഛനാണെങ്കിൽ മോന്റെ നിർബന്ധം, ഭാര്യയുടെ നിർബന്ധം ശരിയാണ്, നല്ലൊരു കാർ വേണം. ഇത് ഒരുപാട് വർഷം പഴക്കമുണ്ട്. അപ്പൊ തന്നെ പുതിയ കാർ വാങ്ങിക്കുന്നു, മാസം 16,000 അടച്ചോണ്ടിരിക്കുന്നു, കഷ്ടിച്ച്. പെട്ടെന്ന് ഒരു ആശുപത്രി കേസ് വരുന്നു, അടയ്ക്കാൻ പറ്റുന്നില്ല. അവസാനം ജപ്തി ചെയ്തു, CC ആക്കി കൊണ്ടുപോയി, കടമായി. അപ്പോ സാമ്പത്തികം ഉള്ളപ്പോ ഏത് കാര്യവും നമുക്ക് നേടിയെടുക്കാം. ആഗ്രഹങ്ങൾ വേണം, അത് നേടണം. പക്ഷേ ഈ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാതെ ലോണ്, കടം. അപ്പോ നമ്മൾ ഒരു നില വീട്ടിൽ താമസിക്കുന്നു, അപ്പുറത്ത് നമ്മുടെ റിലേറ്റീവ് 2 നില കിട്ടിയപ്പം ലോൺ എടുത്ത്, കടമെടുത്ത്, വലിയ പലിശയ്ക്ക് എടുത്ത് അവരെ കാണിക്കാൻ വേണ്ടി, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി, ഒട്ടും കൊച്ചാകാതിരിക്കാൻ വേണ്ടി. ഇത് വലിയ അപകടകരമായ ഒരു സിറ്റുവേഷനാണ്. അപ്പൊ ആഗ്രഹങ്ങൾ ഇങ്ങനെ മനസ്സിൽ വരുമ്പോൾ അതിനെ അടക്കാൻ കഴിയുന്നില്ല. ഇത് വലിയൊരു അപകടം പിടിച്ച കാര്യമാണ്. ജീവിത വിജയത്തെ തകർക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴും നിയന്ത്രിച്ചുള്ള ആഗ്രഹങ്ങൾ. ആഗ്രഹങ്ങൾ വരും, അത് സ്വാഭാവികം. പക്ഷെ അതിനെ അപ്പൊ അച്ഛന് മെന്റൽ പവർ ഉണ്ട്. മോനെ ഇപ്പൊ വേണ്ട, നീ മോനെ ഇപ്പൊ എന്തായാലും ബിടെക്കിന് പോകുമല്ലോ, അതിനുള്ള ആഗ്രഹമാണല്ലോ. നീ ബിടെക്കിനൊക്കെ പോയിട്ട് പിന്നെ പുറത്തൊക്കെ പോയി ജോലി കിട്ടി ശമ്പളമൊക്കെ കിട്ടുമ്പോ പൈസ അയച്ചാൽ മതി, അച്ഛൻ നമുക്ക് മോൻ പറഞ്ഞ വണ്ടി തന്നെ എടുക്കാം, നമുക്ക് അല്ലെങ്കിൽ അതനുസരിച്ചുള്ള വണ്ടി എടുക്കാം. തൽക്കാലം ഇതിന്റെ ആവശ്യമുള്ളൂ. അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടെങ്കിലും അദ്ദേഹം ആഗ്രഹത്തെ ഇങ്ങനെ നിയന്ത്രിച്ച് പോകും. മൂന്നാമതായിട്ട് സംസാരം നിയന്ത്രിക്കും. ആരോട് എന്ത് പറയണം, എപ്പോൾ പറയണം, എത്രമാത്രം സംസാരിക്കണം, ഇത് മെന്റൽ പവർ ഉള്ള ആളുടെ ലക്ഷണമാണ്. അതിൽ നിന്നാണ് അവരുടെ വിജയം മൊത്തം ആരംഭിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. സംസാരത്തിൽ മെന്റൽ പവർ ഉള്ള ആളുടെ ലക്ഷണമാണ് സംസാരത്തെ നിയന്ത്രിക്കുക. അവർക്ക് മറ്റുള്ളവരുടെ ബഹുമാനം ആർജിക്കാൻ പറ്റും. അവരുടെ കയ്യിൽ നിന്ന് അങ്ങനെ രഹസ്യങ്ങൾ വലുതായിട്ട് പോകത്തില്ല, ലൂസ് ടോക്ക് ഇല്ല. അവരെ ആരാണ്, അവരുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണെന്ന് മറ്റുള്ളവർ
നല്ല രീതിയിൽ മനസ്സിലാക്കും. നമ്മൾ കാണിക്കുന്നതാണ് പേഴ്സണാലിറ്റി, അത് മാസ്കാണ്. ഓക്കെ, അപ്പൊ സംസാരത്തെ നിയന്ത്രിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ശരിയാണോ അല്ലേ? സംസാരം നിയന്ത്രിക്കുന്നതിലൂടെ ഓരോ സ്ഥലത്തും എന്ത് പറയണം, എപ്പോൾ പറയണം, എത്രമാത്രം പറയണം, ആരോട് എന്തൊക്കെ പറയണം, ഇത് കൺട്രോൾ ചെയ്താൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ജീവിതത്തിൽ. ശരിയാണോ? അതെ, ശരിയാണ് സർ, ശരിയാണ്. അത്ര ഈസി അല്ല സംസാരിക്കാൻ. വന്ന് ഒരാൾ അങ്ങനെ പറഞ്ഞു, അവനെ രണ്ട് പറഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ. അപ്പൊ മോനെ വഴി തടഞ്ഞു നിർത്തി എന്തോ പറഞ്ഞു, അച്ഛനെ കളിയാക്കി, നിന്റെ അച്ഛൻ അങ്ങനെ. മോൻ വന്ന് വീട്ടിൽ പറഞ്ഞു, അച്ഛൻ അയാള് വെള്ളം അടിച്ചിട്ട് ചോദിക്കുക, നിന്റെ അച്ഛൻ ഇന്ന പോലൊക്കെ അല്ലേന്ന്. ആഹാ, അവൻ അങ്ങനെ പറഞ്ഞു. എന്നാ ഇപ്പൊ പോയി ചോദിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ചായ കുടിച്ചോണ്ടിരുന്ന അച്ഛൻ ചായ താത്തു വെച്ചിട്ട് അപ്പൊ തന്നെ പോയി അവനോട് സംസാരിച്ചു, ഉടക്കി. അവൻ അടിച്ച് ഫിറ്റായിട്ട് നിന്നതാണ്. അവനൊരു കട്ടയെടുത്ത് എറിഞ്ഞു, പുള്ളി അവനെ അടിച്ചു. അപ്പോ അവസാനം കേസായി, അവന്റെ തല മുറിഞ്ഞു, അവൻ ആശുപത്രിയിലായി, പോലീസ് കേസ്. സർക്കിൾ പറഞ്ഞു, രാവിലെ ചെല്ലാൻ പറഞ്ഞു. പുള്ളി അന്ന് രാവിലെ ജോലിക്ക് പോകേണ്ട ജോലി മൊത്തം പോയി. കാരണം മനസ്സിലേക്കാണ് അവനോട് മറുപടി പറയണം, പക്ഷെ ആലോചിച്ചു, അവൻ ആള് ഫ്രോഡാണ്, വെള്ളം. ഇതിനെ ഞാൻ സംസാരിക്കാൻ പോകുന്നത്, അവനോട് സംസാരിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല, കുഴപ്പമാവത്തേ ഉള്ളൂ. അവിടെ മോനെ അവൻ അങ്ങനെ പറഞ്ഞെങ്കിൽ മോനെ അവൻ കളഞ്ഞേരെ. മോന്റെ അച്ഛനെ കുറ്റം പറഞ്ഞു, അവൻ സാരമില്ല, മോന് വിഷമമുണ്ട്, പക്ഷെ അവനോട് മറുപടി പറയാൻ കൊള്ളത്തില്ല, ആള് റെഡിയല്ല. അപ്പൊ അത് എവിടെ സംസാരിക്കണം, എന്ത് സംസാരിക്കണം എന്നുള്ളത് അതില്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളിലേക്ക് മൊത്തം ചെന്ന് ചാടുന്നത്. ചിലർക്ക് ഈ പറയാൻ വന്നാൽ പിന്നെ പറഞ്ഞേ അടങ്ങത്തുള്ളൂ, അല്ലാതെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ മെന്റൽ പവർ ഉള്ള ഒരു സംസാരത്തെ നിയന്ത്രിക്കും. സ്വഭാവങ്ങൾ നിയന്ത്രിക്കും. ചീത്ത സ്വഭാവങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. രാവിലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഷുഗർ ഭയങ്കര കൂടുതൽ. അന്ന് തന്നെ ഡയബറ്റോളജിസ്റ്റിനെ കണ്ടു, ഷുഗർ ടെസ്റ്റ് ചെയ്തു, ഇച്ചിരി കൂടുതലാണ്. ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, തൽക്കാലം ചെറിയൊരു മരുന്ന് തരാം, മധുരം മൊത്തം ഒഴിവാക്കാം. അയ്യോ, എനിക്ക് ഈ പായസം ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ ഞാൻ ചായ കുടിക്കുന്ന ഒരാളാണ്, 3-4 ചായ കുടിക്കും, മധുരം ഇടാത്ത ചായ എനിക്ക് ഇഷ്ടമല്ല. കൺട്രോൾ ചെയ്താൽ കൊള്ളാം, അല്ലെങ്കിൽ കിഡ്നി പോകും. ഇപ്പൊ തന്നെ 250-300 ഉണ്ട് നിങ്ങളുടെ ഷുഗർ. ഇവരെന്താ നോക്കാഞ്ഞത്? കംപ്ലീറ്റ് മധുരം ഒഴിവാക്കിക്കോ, അതാണ് നല്ലത്. നോക്കട്ടെ ഡോക്ടറെ, എനിക്ക് അത്രയും അങ്ങോട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ കൊച്ചിലെ പോലെ ഈ മധുരം എനിക്കൊരു വീക്ക്നെസ്. വീട്ടിൽ വന്ന് ഭാര്യ പറഞ്ഞു, ചേട്ടനൊരു കാര്യം ചെയ്യും, പഞ്ചാര ഇടാതെ ചായ കുടിക്കുക, ഞങ്ങൾ വല്ലതും കുടിക്കുന്നുണ്ട് അങ്ങനെ. അയ്യോ, എനിക്ക് പറ്റത്തില്ലത്, നീ കുറച്ച് പഞ്ചാര ഇടും. സദ്യക്ക് പോയാൽ കുറച്ച് പായസം ഒഴിക്കും. ഷുഗർ വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ ഷുഗർ 400. കാരണം പുള്ളി 4 ചായ 5 ചായ കുടിക്കുമ്പോൾ അതിൽ. അപ്പൊ ഇവിടെ പുള്ളിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഹാബിറ്റ്സിനെ. യോഗ ക്ലാസ്സിൽ പോയി, സാറിന് 7:30 എണീക്കും. അപ്പൊ അവര് പറഞ്ഞു, യോഗ ഇൻസ്ട്രക്ടർ പറഞ്ഞു, നിങ്ങൾ 5 മണിക്ക് എഴുന്നേറ്റ് ബ്രീത്തിങ് എക്സർസൈസും യോഗയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ശരീരത്തിലും മനസ്സിലും ഉണ്ടാവും. ശരി സാറേ, ചെയ്യാം നാളെ രാവിലെ. ഭാര്യയോട് പറഞ്ഞു, നാളെ മുതൽ ഞാൻ 5 മണിക്ക് എഴുന്നേക്കും കേട്ടോ. 5 ആയപ്പോ അലാറം വെച്ച പറ്റി അത് നിർത്തി, എനിക്ക് ഇത് കേൾക്കുന്ന ബുദ്ധിമുട്ടായി, ഇന്നോട് ഞാൻ അങ്ങ് പോട്ടെ, ഇന്നോട് 7:30 ആവട്ടെ. അങ്ങനെ ഒരു ദിവസമായി 2 ദിവസമായി പിന്നെ യോഗ ക്ലാസ് അങ്ങ് നിർത്തി. കാരണം പുള്ളിക്ക് രാവിലെ എണീക്കാൻ വയ്യ, ഒരു ഹാബിറ്റും മാറ്റാൻ വയ്യ. ഇതാണ് മൈൻഡ് പവർ ഇല്ലാത്തവരുടെ ലക്ഷണം. അവർക്ക് സ്വഭാവങ്ങളെ സെൽഫ് കൺട്രോൾ വളരെ കുറവാണ്. അപ്പൊ ഈ ലോകം കീഴടക്കുന്നതിനേക്കാൾ പ്രയാസമാണ് സെൽഫ് കൺട്രോൾ. സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കുക, സ്വന്തം സംസാരം നിയന്ത്രിക്കുക, സ്വന്തം സ്വഭാവങ്ങൾ വേണം, പക്ഷെ ഏതാണ് നല്ലത് ഏതാണ് ചീത്തയെന്ന് മനസ്സിലാക്കി അവയെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെ ജീവിതത്തിലെ വിജയത്തിന്റെ ഏറ്റവും, അങ്ങനെയുള്ളവരാണ് വിജയിക്കുന്നത്. ഷുഗർ കൂടുതലാണ്, നാളെ മുതൽ എനിക്ക് പഞ്ചാര ചായ വേണ്ട, ഓക്കെ, തീരുമാനിച്ചു, അതിന് മാറ്റമില്ല. ഇനി എവിടെ കിട്ടിയാലും ശരി 2 ചായ കുടിക്കാമെന്ന് പറഞ്ഞു, ശരി ഡോക്ടറെ, ഇനി 2 ചായ കുടിക്കത്തുള്ളൂ, തോന്നെ ചായ കുടിയൊക്കെ നിർത്തി. എല്ലാം തീരുമാനിച്ചതാണ്. ഉടനെ മനസ്സിലേക്ക് കമാൻഡ് കൊടുക്കും. അടുത്തത്, ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യും. ക്രൈസിസ്, ജീവിതത്തിലെ ക്രൈസിസ് വരും. നമ്മുടെ ജീവിതം ഒരു പട്ടുമെത്തയല്ല, പച്ച പരവതാനി വിരിച്ചിട്ടേക്കുമല്ല, കല്ലും മുള്ളും നിറഞ്ഞതാണ്. ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ജീവിതമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കുട്ടിക്കാലത്ത് നമുക്കറിയില്ല, വലുതാവുമ്പോഴാണ് നമ്മൾ അറിയുന്നത് പല പല പ്രശ്നങ്ങളെ നേരിട്ടെങ്കിലേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോ അങ്ങനെ പോകുമ്പോ പ്രശ്നങ്ങളെ അതിജീവിച്ചു പോകുന്നവർ മാത്രമാണ് വിജയം നേടുന്നത്. പ്രശ്നങ്ങളെ അതിജീവിക്കാത്തവര് പ്രശ്നങ്ങളുടെ മുമ്പിൽ തകർന്നു പോവും, ആത്മഹത്യ ചെയ്യും, നാട് വിട്ടുപോകും, മാനസിക രോഗമാവും, ഡിപ്രഷനാവും, സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് വരും, പല പ്രശ്നങ്ങൾ. പക്ഷെ എന്തെല്ലാം പ്രശ്നം വന്നാലും മനഃശക്തിയുള്ള ആള് വളരെ കൂളായിട്ട് അതിനെ ഇങ്ങനെ അതിജീവിച്ച് വൻ വിജയം നേടും. അനേകം പരാജയങ്ങളെല്ലാം കഴിഞ്ഞ് ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയില് ഒരുപാട് വിജയം നേടാൻ കഴിയും. ക്രൈസിസ് മാനേജ്മെന്റ്, മെന്റൽ പവർ. അപ്പൊ ജീവിതം മാറും, എല്ലാവരുടെയും ജീവിതം അങ്ങനെയാണ്. ജീവിതം പ്രകൃതി നിയമമാണ്. നല്ല വർഷകാലം, അത് കഴിഞ്ഞ് സമ്മർ,
പിന്നെ വസന്തകാലവും ശിശിരവും എല്ലാം മനോഹരമായ കാലങ്ങൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഋതുക്കൾ മാറുന്ന പോലെ നമ്മുടെ ജീവിതവും മാറും. നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ അതിന് മെന്റൽ പവർ വേണം. മനഃശക്തി കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഓരോ സിറ്റുവേഷൻസെ മാറി 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 ജീവിക്കുന്നത്. മനഃശക്തിയുള്ള ഒരു വലിയ ലക്ഷ്യങ്ങൾ ഫിക്സ് ചെയ്യും, അത് നേടിയെടുക്കും. ഇനി അത് നേടിയില്ലെങ്കിൽ പോലും അടുത്ത ലക്ഷ്യം ഫിക്സ് ചെയ്യും, അത് നേടും. അവരങ്ങനെ ചെറിയ നേട്ടങ്ങൾ കൊണ്ട് അടങ്ങിയിരിക്കത്തില്ല. എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും, എപ്പോഴും പുതിയ പുതിയ അച്ചീവ്മെന്റ്സ്. ഇപ്പൊ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും അവിടെ കയറി ഇത് മതി, ഇത് കൊണ്ടങ്ങ് ജീവിക്കാം. ടെസ്റ്റ് എഴുതിയ LD ക്ലർക്കായി, ഇനി ഇത് മതി. അധ്യാപകനായിരുന്നു, പിന്നെ അയാൾ അധ്യാപകനായി PSC കോച്ചിങ് നടത്തുന്നു, ഇന്റർനാഷണൽ കോച്ചാണ്, അതിനോടൊപ്പം ജോലിയുണ്ട്. പിന്നെ അവസാനം മന്ത്ലി 5 lakhs 6 lakhs 10 lakhs ഒക്കെ മന്ത്ലി ഇൻകം വന്നപ്പോ LD ക്ലർക്ക് അങ്ങ് നിർത്തി. മറ്റൊരാൾ കൂടെ കയറിയ ആൾ LD ക്ലർക്കാണ് ഇപ്പോഴും. ഇപ്പൊ പുള്ളി 50 വയസ്സായപ്പോ UD ക്ലർക്കാണ്, അവിടെ ഇരിക്കുകയാണ്. ആ കഴിവിനെ അവിടെ മുരടിച്ചു. പുള്ളി വിചാരിച്ചു എനിക്ക് ഒരു ജോലി കിട്ടിയത് മതി. അപ്പൊ ഇങ്ങനെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന അവരെ B ടൈപ്പ് പേഴ്സണാലിറ്റി എന്നാണ് പറയുന്നത്. മറ്റൊരു A ടൈപ്പാണ്, അച്ചീവ്മെന്റ് ഓറിയന്റഡ്, എപ്പോഴും അച്ചീവ്മെന്റ്സിന്റെ പുറകെ. മറ്റൊന്ന് നല്ല ബന്ധങ്ങൾ, ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻഷിപ്പ്. നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും, നല്ല ബന്ധങ്ങൾ അവസാനം വരെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. മനഃശക്തി ഇല്ലാത്ത ആളുമായിട്ടൊരു നല്ല ബന്ധം ഉണ്ടാക്കുന്ന എളുപ്പമല്ല. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഒരുപാട് പേരുമായിട്ട് നിങ്ങൾ തെറ്റിയിട്ടുണ്ട്, ശരിയാവത്തില്ല. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത പെരുമാറ്റം, നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വർത്തമാനം ഒക്കെ അവരുടെ ഭാഗത്തുനിന്ന് വരും. നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ഇടപെടലായിരിക്കും അവരുടെ ഭാഗത്തുണ്ടാവുന്നത്. നമുക്ക് മനസ്സിലാവും നമ്മളുമായിട്ട് ശരിയാവത്തില്ല. പക്ഷേ അതെല്ലാം മെന്റൽ പവറിന്റെ കുഴപ്പമാണ്. പക്വതയില്ലാത്ത മനസ്സിൽ നിന്ന് ഒരിക്കലും നല്ലൊരു പെരുമാറ്റം, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവത്തില്ല. പക്വത. അപ്പൊ ഈ പക്വതയുള്ള പെരുമാറ്റം, മെന്റൽ പവറുള്ള ആളിന് ഒരിക്കലും ഒരു ബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ ആ ബന്ധം അതേപോലെ ഊഷ്മളമായിട്ട് നിലനിർത്താനായിട്ട് കഴിയും. അപ്പൊ അവരാണ് നല്ല ഫ്രണ്ട്. അവരെ അങ്ങനെയുള്ളവരെ വേണം ഫ്രണ്ട് ആക്കാനായിട്ട്. അങ്ങനെയുള്ളവർ അങ്ങനെ ആയിരിക്കും. അവർ കൂടുതൽ സമയം ഹാപ്പി ആൻഡ് റിലാക്സ്ഡ് ആയിരിക്കും. അവർ കൂടുതൽ സമയം ഹാപ്പി ആൻഡ് റിലാക്സ്ഡ് ആയിരിക്കും. പ്രശ്നങ്ങളുണ്ട്, ടെൻഷനുണ്ട്, പക്ഷെ അതൊന്നും അവർ തലയിലെടുത്ത് വെച്ചോണ്ടിരിക്കത്തില്ല. അതൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് സൊല്യൂഷനും ഉണ്ട്. ഓക്കെ, ഇത്രയാണ് മനഃശക്തി ഉള്ളവരുടെ ലക്ഷണങ്ങൾ. ഞാൻ ഇന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് പറയാനുണ്ട്, ഇനി ഒരുപാടുണ്ട് പറയാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് അതിനേക്കാൾ പ്രധാനം എങ്ങനെ ഇത് നേടിയെടുക്കാം, എങ്ങനെ ഈ മനഃശക്തി വർദ്ധിപ്പിച്ച് ജീവിതത്തിൽ വിജയം നേടാം, അതിലേക്ക് പോകാം. നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞേ. മനഃശക്തി വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ പറയാമോന്ന്? എനിക്ക് ആരുടെയും പേര് ഞാൻ പറയുന്നില്ല, പേരൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നിങ്ങൾ പറഞ്ഞാൽ മതി. എന്ത് വേണേലും പറയാം, കുഴപ്പമില്ല. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. മെഡിറ്റേഷൻ അല്ലേ സാറേ ഏറ്റവും നല്ലത്? മെഡിറ്റേഷൻ ഒരു മാർഗമാണ്. ഏറ്റവും നല്ലത് അതാണെന്ന് ചോദിച്ചാൽ ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ റൈറ്റിംഗ് ഒക്കെ. അതൊക്കെ ഒരു മാർഗം. അത്ര എഫക്റ്റീവ് അല്ല, ഏറ്റവും എഫക്റ്റീവ് അല്ല, ഏറ്റവും ടോപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. അത് നല്ലൊരു കാര്യം. ഒരുപാട് എണ്ണം ഉണ്ട് അതിനോട്. ഇത് രണ്ടും, മെഡിറ്റേഷനും ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലെല്ലാം ഇതിന്റെ ഓരോരോ മാർഗങ്ങളാണ്. അതിനേക്കാൾ ഇമ്പോർട്ടൻസ് വേറെ ഉണ്ട്. വേറെ അറിയാവുന്ന പറഞ്ഞോളൂ. നമുക്ക് ഏതൊക്കെ രീതിയിൽ നമ്മുടെ മനഃശക്തിയെ വർദ്ധിപ്പിക്കാം? നല്ല ഹെൽത്തി ഫുഡ് എല്ലാം കഴിച്ച് നമ്മൾ ഹെൽത്തി ആയിരിക്കാം, ഒപ്പം മൈൻഡിനെയും ഹെൽത്തി ആക്കാം. മാഡം പറഞ്ഞത് ഫിസിക്കൽ ഫിറ്റ്നസ്. പ്ലസ് ഒപ്പം തന്നെ മൈൻഡിനെയും നമ്മൾ ഫിസിക്കലി. വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബോഡി ഫിറ്റ്നസ്, നമ്മൾ ഫിസിക്കൽ എക്സർസൈസ് നല്ല സ്ട്രോങ് ആക്കും തോറും ഹെൽത്തി ബോഡി എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു ഹെൽത്തി മൈൻഡ് വരാനുള്ള സാഹചര്യം ഒരുക്കുകയാണ്. അപ്പൊ അത് വളരെ പ്രധാനമാണ്. ഹെൽത്തി മൈൻഡ് ഇൻ എ ഹെൽത്തി ബോഡി. അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ ഡെയിലി ഫിസിക്കൽ എക്സർസൈസിന് സമയം മാറ്റി വെക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് തിങ്. നമ്മുടെ ജീവിതത്തിലെ നമ്പർ 1. അതിന് ആരാണോ ഉപേക്ഷ വിചാരിക്കുന്നത് അവരുടെ ജീവിതം പോയി. നമ്മൾ ഓരോ മിനിറ്റിലും ഫിസിക്കൽ എക്സർസൈസിനെ കുറിച്ച് ഓർക്കണം. ഇന്ന് നാളെ ചെയ്യാം, അങ്ങനെയല്ല. എല്ലാ ദിവസവും അത് വലിയ ജോലിയല്ല. നമ്മുടെ വീട്ടിലെ തറ ഉടയ്ക്കുന്നു, നമ്മുടെ വീട്ടിലെ പാത്രം കഴുകുന്നു, നമ്മുടെ തുണി നമ്മൾ തന്നെ കഴുകുന്നു, നമ്മളുടെ മുറ്റം നമ്മൾ തന്നെ വൃത്തിയാക്കുന്നു. ഇതെല്ലാം നമ്മൾ ഒരുപാട് മസിൽസ് വർക്ക് ചെയ്യുകയും ബോഡി ഫിറ്റ്നസ് ഉണ്ടാവുകയും. ബോഡി ഫിറ്റ്നസ് ഒരു ഘടകമാണ് മെന്റൽ ഹെൽത്ത്. ഓക്കെ, ഇനി അതർ തിങ്. ഓക്കെ, അപ്പൊ ഞാൻ നല്ല റിലേഷൻസ് കീപ്പ് ചെയ്യുക, നല്ല മെന്റേഴ്സ് ഉണ്ടാവുക. വളരെ കറക്റ്റ് ആണ്. അത് ഒരു പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഒന്നാണ് മാഡം ഒക്കെ പറഞ്ഞത്. ഇമ്പോർട്ടന്റ് പോയിന്റ്സിൽ ഒന്ന്.
അപ്പൊ ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം. നമ്പർ 1, ഒരു 10% നമ്മുടെ സെൽഫായിട്ടുള്ളതാണ്, പാരമ്പര്യമായിട്ട് കിട്ടുന്നത്. മനഃശക്തി ഒരു 10% പാരമ്പര്യമായിട്ട് തന്നെ നമുക്ക് ജീൻ വഴി നമ്മുടെ ബ്രെയിൻ സ്ട്രക്ചർ, ബ്രെയിൻ കെമിസ്ട്രി തന്നെ പവർ ഉള്ള അനുസരിച്ചുണ്ട്. ലെഫ്റ്റ് ബ്രെയിൻ, റൈറ്റ് ബ്രെയിനകത്ത് ഈ ലെഫ്റ്റ് ബ്രെയിൻ ലോജിക്കൽ തിങ്കിങ് ഉള്ള ആളുകള് പിന്നെ പാരമ്പര്യമായിട്ട്, അതായത് ഇപ്പൊ രാജാവിന്റെ മക്കളില്ലാതെ വന്നാൽ വേറൊരു സാധാരണക്കാരന്റെ കൃഷിക്കാരന്റെ ഒന്നും മോനെ എടുക്കത്തില്ല രാജാവായിട്ട്. വേറെ രാജ്യത്ത് പോയിട്ട് രാജകുമാരനെ കൊണ്ടുവരും, ദത്തെടുക്കും. രാജകുമാരനെ മാത്രമേ രാജാവായിട്ട് അഭിഷേകം ചെയ്യത്തുള്ളൂ. കാരണം എന്താ അറിയോ, പാരമ്പര്യമായിട്ട് ചില ജീൻ വഴി ആ മെന്റൽ പവർ ഉണ്ടാകും എന്നുള്ളൊരു കണക്കൂട്ടിൽ അന്നേ ഉണ്ട്. ചെറിയൊരു എഫക്റ്റ് ഉണ്ട്, അത് 10% കൊടുക്കാം. അടുത്തത് ബെസ്റ്റ് ഫാമിലി. നല്ല എത്രമാത്രം നിങ്ങളുടെ ഫാമിലി ബോണ്ടിങ് ഉണ്ട്, ഫാമിലി, അച്ഛൻ, അമ്മ, മക്കൾ, ആ കുടുംബത്തിൽ താമസിക്കുന്ന ആളുകൾ തമ്മിൽ എത്രമാത്രം സ്നേഹവും ആത്മാർത്ഥതയും പരസ്പരം ത്യാഗം ചെയ്യാനുള്ള കഴിവുണ്ടെന്നനുസരിച്ച് നമ്മുടെ മെന്റൽ പവർ കൂടും. രാവിലെ ഭർത്താവിന്റെ ഷുഗർ നോക്കിയപ്പോൾ ക്രിയാറ്റിൻ കുറച്ച് കൂടുതലാണ്. സാധാരണ 0.8 0.7 അപ്പൊ കുറച്ചേലായി നോക്കിയിട്ട് ഇപ്പൊ നോക്കിയപ്പോ 4 കാണിക്കുന്നു. അയ്യോ, ലാബ് ടെക്നീഷ്യൻ പറഞ്ഞു ഇത് കുറച്ച് അധികമാണ്, കിഡ്നി പോയോ ഇല്ലയോ എന്ന് സംശയമുണ്ട്, നിങ്ങൾ നെഫ്രോളജിസ്റ്റിനെ ഒന്ന് കാണണം. രണ്ടുപേരും ഡൗൺ ആയി. ഭാര്യയും ഭർത്താവും കൂടെയാണ് ഷുഗർ നോക്കാൻ പോയത്. പുള്ളി ആകെ ഡൗൺ ആയി വീട്ടിൽ വന്ന് കുനിഞ്ഞങ്ങിരിക്കുകയാണ്. നമുക്ക് കാണാം. നിങ്ങൾ സമാധാനപ്പെടെ, ഇപ്പൊ ചായ കുടി, എനിക്ക് ചായ ഒന്നും വേണ്ട. പുള്ളി ആകെ ഡൗൺ ആയിരിക്കുന്നു, ആഹാരം കഴിക്കുന്നില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല. കിഡ്നിക്ക് കംപ്ലൈന്റ് അത് കേട്ടപ്പോഴേ ഭയങ്കര പ്രശ്നമായി. ഡോക്ടറെ കണ്ടില്ലല്ലോ, ലാബ് ടെക്നീഷ്യൻ പറഞ്ഞതല്ലേ ഉള്ളൂ, നിങ്ങൾ സമാധാനമായിരിക്കപ്പാ. അത് ഭാര്യ ആശ്വസിപ്പിക്കുന്നുണ്ട്. കിഡ്നിക്ക് അതോ പ്രശ്നമാണെന്ന് നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കിഡ്നി പോയാൽ നിങ്ങൾക്ക് ഞാൻ എന്റെ കിഡ്നി തരും. അതിന് പൈസ ഒരുപാട് വേണ്ടേ കിഡ്നിയൊക്കെ മാറ്റി വയ്ക്കണമെങ്കിൽ? അതിന് എന്റെ സ്വർണം, എന്റെ പൈസ, എന്റെ വീട് എല്ലാം നിങ്ങൾക്ക് വേണ്ടി വിൽക്കും. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ, പുള്ളിക്ക് സമാധാനം. അപ്പൊ ഇങ്ങനെ ഒരു ഭാര്യ ഭർത്താവൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മെന്റൽ പവർ കൂടുവോ കുറയുവോ? എങ്ങനെയാണ്? ഇത്രയും ബോണ്ടിങ് ആയിട്ട് മരിക്കാൻ നിൽക്കുന്ന രീതി ത്യാഗം സഹിക്കാൻ തയ്യാറുള്ള മക്കളും അമ്മയും ഭാര്യയൊക്കെ ഉണ്ടെങ്കിൽ പവർ കൂടുവോ ഇല്ലയോ? കൂടും. കൂടും, തീർച്ചയായിട്ടും കൂടും. ഏത് മെഡിറ്റേഷനെക്കാട്ടിലും പവർഫുൾ അല്ലേ അത്? അതെ സാർ, അതെ. തിരിച്ച് ഭാര്യ പറയുകയാണ്, എന്റെ 10 പൈസ ഞാൻ ചെലവാക്കത്തില്ല, എന്റെ സ്വർണ്ണമൊന്നും എടുത്ത് വിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾ പൈസ കിട്ടിയപ്പോ നിങ്ങൾ പണ്ടൊക്കെ ദൂർത്തടിച്ച് മദ്യപിച്ചൊക്കെ നടന്ന്, ഇപ്പൊ എനിക്ക് ആ കുറച്ച് സ്വർണ്ണം പൈസയുണ്ട്, നിങ്ങളുടെ കിട്ടിപ്പോയാൽ നിങ്ങൾ ചാവുന്നതാ നല്ലത്. ആ പുള്ളി പോയിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുക, പുള്ളിക്ക് മെഡിറ്റേഷൻ പറ്റുന്നില്ല. അപ്പോ മെഡിറ്റേഷൻ, പ്രാണായാമം എല്ലാം അതിനേക്കാൾ എത്രയോ ഇമ്പോർട്ടന്റ് ആണ് ബോണ്ടിങ്, ഫാമിലി ബോണ്ടിങ്. അപ്പൊ ഏതൊരാൾക്കും നല്ല മെന്റൽ ഹെൽത്ത് ഉണ്ടാകണമെങ്കിൽ ശക്തമായ ഫാമിലി ബോണ്ടിങ് ഉണ്ടാകണം. അതെങ്ങനെ ഉണ്ടാക്കും? അതൊരു വലിയ ക്ലാസ് ആണ്. ഫാമിലി ബോണ്ടിങ് ഒരു 2 മണിക്ക് ഒരു ദിവസത്തെ ക്ലാസ് ആണ്. അപ്പൊ നമുക്ക് അത്യാവശ്യം ഒരു കാര്യം പറയാം, നല്ല സംസാരം, പരസ്പരം റെസ്പെക്ട് ചെയ്യുക. അത് പല വീട്ടിലും ഇല്ല. ഒരാൾ ഏറ്റവും കുറച്ച് റെസ്പെക്ട് ചെയ്യുന്ന ആരെയെന്ന് ചോദിച്ചാൽ ഭാര്യ. തിരിച്ച് ഭാര്യ പലപ്പോഴും ഭർത്താവിനെയും. അപ്പൊ എൻ്റെ അടുത്ത് ഫാമിലി കൗൺസിലിങ്ങിന് ദമ്പതിമാർ വരുമ്പോൾ ഞാൻ ചോദിക്കും, അപ്പൊ ദേഷ്യമാണ് പ്രശ്നം? അയ്യോ അല്ല സാർ, ദേഷ്യം അങ്ങനെ ഇല്ല. ഞാൻ കുടുംബശ്രീ പ്രസിഡന്റാണ്, വാർഡ് മെമ്പറാണ്, എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്, ഞാൻ അങ്ങനെ ദേഷ്യപ്പെടാറില്ല. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ മാത്രം ഞാൻ ദേഷ്യപ്പെടും. അപ്പൊ ഞാൻ ചോദിക്കും, അഥവാ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു വശം അങ്ങ് തളർന്നുപോയ ആരാണ് ബുക്കെടുത്ത് കാറിനകത്ത് കയറ്റി കൊണ്ടുപോകേണ്ടത് ആശുപത്രിയിൽ? അഥവാ ICU കിടന്നാൽ പിന്നെ വെളിയിൽ കൊതുകടിയും കൊണ്ട് കുത്തിയിരിക്കേണ്ടത് ആരാ? പണയം വെക്കാൻ ഓടേണ്ടത് ആരാണ്? അതിങ്ങേരാ. എന്നാ പിന്നെ പുള്ളിയോട് മാത്രം എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഓക്കെ സാറേ, ഞാൻ ഇന്ന് തന്നെ നിർത്താന്ന് വിചാരിച്ചാൽ അവിടെ നിൽക്കും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കുക, ഒരാൾ പറയുന്ന മറ്റേയാൾ അംഗീകരിക്കാതിരിക്കുക, ഇതെല്ലാം തന്നെ അകൽച്ച ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. മറ്റനേകം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമാണ് പരസ്പരമുള്ള സംസാരത്തിൽ റെസ്പെക്ട് കീപ്പ് ചെയ്യുകയും കുറ്റപ്പെടുത്തത്തില്ല. അപ്പൊ വീടിനകത്തേക്ക് കയറുമ്പോ, അമ്പലത്തിൽ കയറുമ്പോ, പള്ളിയിലൊക്കെ കയറുമ്പോ ചെരുപ്പ് പുറത്തു വയ്ക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം? വീടിനകത്തേക്ക് കയറുമ്പോ ഒരു കാരണവശാലും ദേഷ്യവും കുറ്റപ്പെടുത്തലും കൊണ്ടു കയറാൻ പാടില്ല. നമ്മുടെ വീടിനകത്തുള്ള ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല, ദേഷ്യപ്പെടാൻ പാടില്ല. ഈ പ്രതിജ്ഞ എടുത്തിട്ട് വേണം നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കാൻ. കാരണം അത്രയും പവിത്രമാണ് നമ്മുടെ വീട്. വീട് സ്വർഗമാകേണ്ട സ്ഥലമാണ്. ഇത് നമ്മുടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുമ്പോഴേ, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താതിരിക്കുമ്പോഴേ, അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുമ്പോഴേ നമ്മുടെ മെന്റൽ പവർ വളരെ 10 മടങ്ങ് 100 മടങ്ങ് കൂടും. ജീവിതം നമുക്ക് ജീവിച്ച് മതിയാവത്തില്ല.
അപ്പൊ അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും. അപ്പൊ ആദ്യം ഫാമിലി ബോണ്ടിങ്. അപ്പൊ പരസ്പരം കുറ്റപ്പെടുന്ന ഫാമിലിയില്, പരസ്പരം വഴക്കടിക്കുന്ന ഫാമിലി ഒരിക്കലും മെന്റൽ പവർ ഉണ്ടാവത്തില്ല. ഒരു മെഡിറ്റേഷൻ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഓക്കെ, അടുത്തത് സോഷ്യൽ ബോണ്ടിങ് ആണ്, ഫ്രണ്ട് സർക്കിൾ. അപ്പൊ നമുക്ക് എത്രമാത്രം നല്ല ഫ്രണ്ട്സ് ഉണ്ടായിട്ട് കാര്യമില്ല. പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളുമായിട്ട്, പോസിറ്റീവ് പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ, പോസിറ്റീവ് പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ സഹകരിക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് നല്ല കമാൻഡ്സ് കിട്ടും, പോസിറ്റീവ് സ്ട്രോക്സ്, നല്ല അഭിപ്രായങ്ങൾ, അപ്രിസിയേഷൻസ് ഒക്കെ കിട്ടും. നമ്മളെ അംഗീകരിക്കും, നമുക്ക് ഷെയർ ചെയ്യാം. നെഗറ്റീവ് ആൾക്കാർ നമുക്ക് അതുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. അപ്പൊ എത്രമാത്രം നല്ലൊരു സുഹൃത്ത് വലയം ഉണ്ടെന്നുള്ളത് നമ്മുടെ മെന്റൽ പവർ കൂടും. ശരിയാണോ? എന്താണ് അഭിപ്രായം? നമ്മുടെ ഫ്രണ്ട് സർക്കിൾ എത്രമാത്രം നല്ലതും പോസിറ്റീവ് ആകുന്നു, ഫാമിലിയെ പോലെ പ്രയോജനമാണ്. അപ്പൊ നിങ്ങളിവിടെ നല്ലൊരു ഗ്രൂപ്പ് ഉണ്ട്, മോർണിംഗ് സർക്കിൾ അല്ലെ വിംബിൾ അക്കാഡമിയുടെ നല്ലൊരു ഗ്രൂപ്പാണ്, ഞാനത് വാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങളുടെ മെന്റൽ പവർ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. നല്ല കാര്യം. ഓക്കെ, അടുത്തത് ലൈഫ് എക്സ്പീരിയൻസ് ആണ്. ഇതാണ് നമ്പർ 1 എന്ന് നമുക്ക് പറയാം. ബാക്കിയൊക്കെ ഫാമിലി ബോണ്ടിങ്ങും സോഷ്യൽ ബോണ്ടിങ്ങും നമ്പർ 2 and 3 ആണ്. എത്രമാത്രം പ്രയാസമേറിയ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, എത്രമാത്രം പ്രയാസങ്ങളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ കാലം കടന്നുപോയത്, എത്രമാത്രം പ്രശ്നങ്ങളെ നമ്മൾ അതിജീവിച്ചു എന്നുള്ളത് നമുക്ക് ഭയങ്കരമായ മെന്റൽ പവർ. അപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മെന്റൽ പവർ എങ്ങനെയാന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രമാത്രം പ്രശ്നങ്ങളെ അതിജീവിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ മാത്രം ആശ്രയിച്ചിരിക്കുകയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ ദൈവം നമുക്ക് തരുമ്പോൾ നമ്മുടെ മനസ്സിനെ ദൈവം അത്രയും സ്ട്രോങ് ആക്കി മാറ്റുക. പച്ചിരുമ്പ് തീക്കകത്തിട്ട് നീറ്റ് ചെയ്താണ്ട് 4000-5000 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടാക്കിയാണ് ചുട്ടുപഴിപ്പിച്ചാണ് പിന്നെ സ്റ്റീലാക്കി മാറ്റുന്നത്. പിന്നെ അത് റെയിൽപാളവും വെട്ടുകത്തിയും കോടാലിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ നമ്മുടെ മനസ്സും. അപ്പൊ നിങ്ങൾ ഒരാളൊരു സൂപ്പർ ട്രെയിനർ ആകുന്നു അല്ലെങ്കിൽ കോച്ചാകുന്നു, നിങ്ങളുടെ മൈൻഡ് സ്ട്രോങ് ആണ്. നിങ്ങൾ ഒരുപാട് അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അത്രയും നമ്മൾ മിടുക്കനായ കോച്ചായിട്ട് മാറും. ആ ലൈഫ് എക്സ്പീരിയൻസ് ഈസ് ദി ബെസ്റ്റ് ട്രെയിനിങ്. ദൈവം നമുക്ക് തരുന്ന ട്രെയിനിങ് ആണ്. അത് അനുഭവിക്കണം. അപ്പൊ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അതിലൂടെ നമ്മുടെ മനസ്സിന്റെ പവർ 10 മടങ്ങ് ദൈവം നമ്മളെ പച്ചിരുമ്പ് മാറ്റി സ്റ്റീലാക്കി മാറ്റുക, ശുദ്ധീകരിക്കപ്പെടുന്നു. നോളജ് ആൻഡ് എഡ്യൂക്കേഷൻ. എത്രമാത്രം വിദ്യാഭ്യാസം, അത് തീർച്ചയായിട്ടും അത് അറിവ് നേടുന്നു. അറിവ് ഡിഗ്രി മാത്രമല്ല, യൂട്യൂബിലൂടെയും അല്ലാതെ എല്ലാം നേടുന്ന പിന്നെ സെമിനാറുകളിലൂടെയും ചർച്ചകളിലൂടെയും കൂട്ടുകാരിലൂടെയും ഒക്കെ കിട്ടുന്ന അറിവ് കൂടും തോറും മെന്റൽ പവർ കൂടും. നല്ല അറിവായിരിക്കണം. സത്യസന്ധത. എന്റെ പാത്ത് വളരെ ക്ലിയർ ആണ്, തെറ്റായ ഒരു വഴിയിലും ഞാൻ പോകാറില്ല. ഈ ഒരു ചിന്താഗതി നമ്മുടെ മെന്റൽ പവർ വല്ലാതെ വർദ്ധിക്കും. എനിക്കൊന്നും ഒളിക്കേണ്ട കാര്യമില്ല. നിന്നെക്കുറിച്ച് ചില വിവരങ്ങളൊക്കെ അറിഞ്ഞു, ഇല്ല എന്നെക്കുറിച്ച് അങ്ങനെ ഒന്നും അറിയാനില്ല, ഐ ആം ഓക്കെ, എനിക്ക് എന്നെ അറിയാം. അപ്പൊ അവിടെ ഭയങ്കരമായ സത്യസന്ധതയുടെ പാത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ മെന്റൽ പവർ കൂടും. തെറ്റായ ഇല്ലീഗലായ മാർഗങ്ങളിലൂടെ കള്ളത്തരത്തിലൂടെ ജീവിക്കുമ്പോൾ, അപ്പൊ ജീവിതത്തിൽ നമ്മൾ മക്കളെയും പഠിപ്പിക്കേണ്ടത് ഒരു കാര്യം ഇല്ലീഗലായിട്ടോ കള്ളത്തരത്തിലോ തെറ്റായിട്ടോ നമുക്ക് ആവശ്യമില്ല. അതിന്റെ നേട്ടം എത്രയോ ആയിക്കോട്ടെ, നമ്മുടെ മെന്റൽ പവർ 10 മടങ്ങ് കൂടും. വി ആർ ഇൻ ദി റൈറ്റ് ട്രാക്ക്. അടുത്തത് സിമ്പിൾ ലൈഫ്. ഇതേ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എത്രമാത്രം നമ്മൾ സിമ്പിൾ ആവുന്നു, അനാവശ്യമായ ആഡംബരങ്ങളൊന്നും ഇല്ലാതെ ഉള്ളത് കൊണ്ട് സംതൃപ്തിയും സന്തോഷത്തോടെ ഏറ്റവും ലളിതമായ ജീവിതം നമുക്ക് വല്ലാത്ത മെന്റൽ പവറാണ്. ആഡംബരത്തിലേക്ക് പോകുന്നവരെല്ലാം ടെൻഷനിലാണ്, ഈ ആഡംബരം നിലനിൽക്കുമോ? ചെറിയ രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഭർത്താവ് ഗൾഫിൽ പോയപ്പോഴത്തേക്ക് സ്റ്റൈലൊക്കെ മാറ്റി. അവസാനം ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നപ്പോ കാറ് വിൽക്കേണ്ടി വന്നു. ഭാര്യ പറയുന്നത് നമുക്ക് സൂയിസൈഡ് ചെയ്യാം, എനിക്കിനി കല്യാണത്തിന് ആട്ടോ വിളിച്ചൊന്നും പാനക്കത്തില്ല, കുറച്ച് നാളായിട്ട് നമ്മൾ കാറിലാ പോകുന്നത്. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴേ കാർ എടുക്കണ്ട, ഞാനിപ്പോ ഗൾഫിലോട്ട് പോയതല്ലേ ഉള്ളൂ, നമ്മൾ എന്തുമാത്രം കടത്തില്ല, ഇപ്പൊ കാറ് കൊടുത്തേ പറ്റൂ. അപ്പോ അവരുടെ ഈഗോ സമ്മതിക്കുന്നില്ല, പെട്ടെന്ന് ആഡംബരത്തിലേക്ക് പോയി. അപ്പൊ ലളിതമായ ജീവിതം നമുക്ക് വല്ലാത്തൊരു മെന്റൽ പവറാണ് നൽകുന്നത്. ക്രിസ്റ്റൽ ക്ലിയർ ക്യാരക്ടർ. സ്ഫടികം പോലെ ആരും ഒരു കുറ്റം പറയാത്ത തരത്തിലുള്ള സ്വഭാവ വിശേഷം, നമുക്ക് നല്ലൊരു ആത്മവിശ്വാസവും ആത്മാഭിമാനവും, ഇതെല്ലാം നമ്മുടെ മെന്റൽ പവർ കൂട്ടും. ക്രിസ്റ്റൽ ക്ലിയർ ക്യാരക്ടർ. ഒരിടത്തും ഒരാൾ നമ്മളെ ഒരു മിസ്റ്റേക്ക് പറയാനായിട്ട് പാടില്ല, അത്ര ക്രിസ്റ്റൽ ആയിരിക്കും. ഓക്കെ, ഇനി ഒരെണ്ണം ഞാൻ ബാക്കി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് പറയാനായിട്ട്, പൂരിപ്പിക്കാനായിട്ട്. വല്ലാതെ മെന്റൽ പവർ തരുന്ന ഒരു കാര്യം ഞാൻ ബാക്കി ഇട്ടിരിക്കുകയാണ്. ആരാ പറയുന്നേ? നല്ലൊരു ക്ലാപ്പ് കിട്ടും. ഒരെണ്ണം ഞാൻ ഒഴിച്ചിട്ടിട്ടാണ് പറഞ്ഞത്.
അതോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഒരെണ്ണം ഞാൻ ബാക്കിയിട്ടിട്ടാണ് പറഞ്ഞത്. അതൊരു മെയിൻ സോഴ്സ് ആണ് പവർ ഇട്ട്. നിങ്ങളെല്ലാം അത് എല്ലാ ദിവസവും കിട്ടുന്നുണ്ട്. ആര് പറയും? പ്രാക്ടീസ് പോസിറ്റീവ് തിങ്കിങ് സർ. ഉറക്കമാണോ? അല്ല, ഉറക്കം ഒരു Discipline. ഘടകമാണ്. ഉറക്കം ഒരു ഘടകമാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച മെയിൻ ഒരു ഐറ്റം അതല്ല. Discipline, sir. കേട്ടില്ല. പ്രാർത്ഥനയാണോ? വെരി ഗുഡ്. മേളിൽ നിന്നുള്ള പവർ, സ്പിരിച്വാലിറ്റി, അടിയുറച്ച വിശ്വാസം. എന്റെ ക്രിയേറ്റർ, എന്നെ സൃഷ്ടിച്ച ആൾ എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. മറ്റെല്ലാവരും എന്നെ തഴഞ്ഞാലും അദ്ദേഹം എന്നെ കൈവിടത്തില്ല. അവസാന കിരണമായിട്ട് അത് വരും. ഈ ഒരു ഉറച്ച വിശ്വാസം നമുക്ക് വല്ലാതെ വേണ്ടിപ്പോകും. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം അതിക്രമിച്ചു. ഇതൊരു വലിയ സബ്ജക്റ്റാണ്. ഞാൻ ദിവസങ്ങളോളം ക്ലാസ് എടുക്കുന്ന സബ്ജക്റ്റാണ് മൈൻഡ് പവർ. ഞാൻ വർഷങ്ങളായിട്ട് 89 തൊട്ടാണ് ട്രെയിനിങ് തുടങ്ങിയത്. 1980 തൊട്ട് മെമ്മറി, സൂപ്പർ മെമ്മറി ആൻഡ് മൈൻഡ് പവർ ട്രെയിനറാണ്. എന്റെ മെമ്മറി ക്ലാസ് അറ്റൻഡ് ചെയ്ത് ആരെങ്കിലും ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വർഷങ്ങളായിട്ട് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും മെമ്മറി ക്ലാസ്സുകൾ നടത്തിയിരുന്നു. 89 തൊട്ട് 2000 കോവിഡ് വരെ. പിന്നെ കോവിഡിന് ശേഷം അങ്ങനെ ക്ലാസ്സുകൾ വെക്കുന്നില്ല. എങ്കിലും ഇടയ്ക്ക് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ മൈൻഡ് പവർ മെമ്മറിയുടെ ഒക്കെ വെക്കാറുണ്ട്. അപ്പോ പിന്നെ ഞാനിപ്പോ കൗൺസിലിംഗ് സെന്റർ നടത്തുകയാണ് കരുനാഗപ്പള്ളി തന്നെ. പിന്നെ കുട്ടികളുടെ കൗൺസിലിംഗും ഫാമിലി കൗൺസിലിംഗും നടത്തി പോകുന്നു. ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ഇതുമായിട്ട് കൗൺസിലിംഗ് ക്ലാസ്സുകളും നടത്തും. കൗൺസിലിംഗ് പഠിക്കുന്നവർക്ക് ക്ലാസ്സുകൾ കൊടുക്കും. അപ്പൊ അങ്ങനെ പോകുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ചു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ഫീഡ്ബാക്ക് വേണം. ഒരു 5-6 പേരെങ്കിലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ ആഡ് ചെയ്യാൻ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞാലാണ് എനിക്കും അത്തരം അറിവുകൾ കിട്ടും. പിന്നെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇടുകയും ചെയ്യാം. പുതിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ വെറും അഭിപ്രായങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിനകത്ത് എക്സ്ട്രാ ഇതും കൂടെ ഉണ്ടെങ്കിൽ അത് പറയണം. അപ്പൊ നമുക്കത് അത്രയും അറിവാകും. ഞാനിപ്പോ ഇതൊരു പുസ്തകത്തിലും വായിച്ചതല്ല. എന്റെ സൈക്കോളജി പുസ്തകത്തിലൊന്നും ഞാൻ വായിച്ചു പഠിച്ചതൊന്നുമല്ല. ഒരു പുസ്തകത്തിൽ ഇതൊന്നും ഇല്ലായിരുന്നു. നമുക്ക് ഓരോ കൗൺസിലിംഗിലും കിട്ടിയ അറിവുകളാണ് നമ്മൾ ഇത്തരം പോയിന്റുകളായിട്ട് നമുക്ക് മനസ്സിലാവുന്ന 100% ഉറപ്പുള്ളത്. ഇതാണ് നിങ്ങളുടെയും ഒരു രീതി. ഇതായിരിക്കണം. നമ്മളിങ്ങനെ കിട്ടുന്ന അറിവുകൾ നമുക്ക് ജീവിതത്തിലും പ്രയോജനപ്പെടും, മറ്റുള്ളവരുടെ ജീവിതത്തിലും പ്രയോജനപ്പെടും. അപ്പൊ ഇത്രയും നേരം ക്ലാസ് കേട്ടോണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങൾ ആൾറെഡി ഇതെല്ലാം അറിയാവുന്ന ആളാണെന്ന് എനിക്കറിയാം, എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നല്ല വിജയം, ഈ മനഃശക്തിയൊക്കെ ഉപയോഗിച്ച് നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. എന്റെ യൂട്യൂബ് ഉണ്ട്, മൈൻഡ് വിഷൻ ഇന്ത്യ എന്നാണ്. അത് നിങ്ങൾക്ക് കാണാം. ഞാൻ ഇത്തരം കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. മൈൻഡ് വിഷൻ ഇന്ത്യ. നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു സാറ്. നമ്മൾ സാധാരണ കേൾക്കുന്ന ക്ലാസ്സുകളെയൊക്കെ അപേക്ഷിച്ചിട്ട് ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നാണ് സാറ് ക്ലാസ് എടുക്കുന്നത്. അതാണ് അതിന്റെ വ്യത്യാസം അല്ലേ? താങ്ക് യു. നമുക്കെല്ലാം പെട്ടെന്ന് റിലേറ്റ് ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റുന്ന കാര്യങ്ങൾ. താങ്ക് യു സാർ. ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ ഇതുകൂടാതെ പിന്നെ ഞാൻ നോർമലായിട്ട് ആദ്യം പറഞ്ഞ മെഡിറ്റേഷൻ, പ്രാണായാമം, മനഃശക്തി നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുന്ന കാര്യം. അത് ടെക്നിക്കുകളാണ്. അത് ഏതൊരാൾക്കും ഏത് സമയത്തും പ്രാണായാമം, ബ്രീത്തിങ് എക്സർസൈസ്, മെഡിറ്റേഷൻ, യോഗ, ഇതെല്ലാം മൈൻഡ് പവർ കൂട്ടാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഈ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് ഈ ഫാമിലി, ഫ്രണ്ട് സർക്കിൾ, പ്രാർത്ഥന, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെന്റൽ പവറിന്റെ കാര്യങ്ങൾ. അതുപോലെ നമ്മൾ നേരിടുന്ന റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നമ്മളത് ഓവർകം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മെന്റൽ പവർ പോകും. അതിന് തുല്യം വയ്ക്കാൻ, ലൈഫ് എക്സ്പീരിയൻസിന് തുല്യം വയ്ക്കാൻ വേറൊന്നുമില്ല. അതുപോലെ ഫാമിലി. അപ്പൊ നമ്മുടെ ഫാമിലിക്കകത്തൊരു കുഴപ്പം വരാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. സ്വർഗം പോലെ ഫാമിലി മെയിൻറ്റെയിൻ ചെയ്യണം. അതെ, നമുക്ക് സമാധാനം ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. A cool, calm, relaxed, clean mind is a powerful mind. പവർഫുൾ മൈൻഡിന്റെ എന്റെ ഒരു ഡെഫിനേഷനാണ് ഞാൻ പറഞ്ഞത്. എ കൂൾ, കാം, റിലാക്സ്ഡ്, ക്ലീൻ മൈൻഡ്. എന്താണ് ക്ലീൻ മൈൻഡ്? അഴുക്കില്ലാത്ത മൈൻഡ്. അഴുക്ക് എന്തൊക്കെയാ? ഭയം, ഏറ്റവും വലിയ അഴുക്ക്, ടെൻഷൻ, അത്യാഗ്രഹം, വെറുപ്പ്, അസൂയ, ഇതെല്ലാം അഴുക്കാണ്. അപ്പൊ നമ്മുടെ ശരീരം എല്ലാ ദിവസവും കുളിക്കാൻ വേണ്ടി ക്ലീൻ ചെയ്യുന്നത് പോലെ, പല്ല് തേക്കുന്ന പോലെ, കുളിക്കുന്ന പോലെ ഈ അഴുക്കുകളൊന്നും നമ്മളെ ദേഹത്തോട്ട് വരാതെ, ഈഗോ ഏറ്റവും വലിയ അഴുക്കാണ്. ഇതൊന്നും നമ്മളെ ബാധിക്കാതെ കൊണ്ടുപോകേണ്ട കടമ നമുക്കാണ്.
അപ്പൊ നിങ്ങൾ കുളിക്കുന്നു ഇല്ലെന്ന് നോക്കാൻ വേറൊരാൾക്ക് പറ്റത്തില്ല. അപ്പൊ നിങ്ങളുടെ ശരീരം നിങ്ങൾ എത്രമാത്രം ക്ലീൻ ആക്കി വെക്കുന്നു അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇതിനേക്കാൾ പ്രധാനമാണ് നിങ്ങളുടെ മനസ്സിനെ ക്ലീൻ ആക്കി കൊണ്ടുപോവുക. കാരണം എന്തുകൊണ്ടാണ്? എ ക്ലീൻ മൈൻഡ് ഈസ് എ പവർഫുൾ മൈൻഡ്. എ റിലാക്സ്ഡ് മൈൻഡ് ഈസ് എ പവർഫുൾ മൈൻഡ്. അവരൊന്നിലും ഇളകത്തില്ല. അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, സ്റ്റേബിൾ മൈൻഡ് എന്ന് പറഞ്ഞാൽ ആരും മറ്റുള്ളവരുടെ വാക്കുകൾക്ക് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നുമില്ല. എ സ്റ്റേബിൾ മൈൻഡ് ഈസ് എ സ്ട്രോങ് മൈൻഡ്. ആരും പൊക്കിയാലോട്ട് പൊങ്ങത്തുമില്ല, ആരും കുറ്റം പറഞ്ഞാലോട്ട് മൈൻഡ് ചെയ്യത്തുമില്ല. അത് അവരുടെ അഭിപ്രായം. അതൊക്കെ തന്ത്രപൂർവ്വം ഇഗ്നോർ ചെയ്യും. അതൊട്ടും മനസ്സിനെ ബാധിക്കത്തില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ അവനത് പറഞ്ഞു, അവളിത് പറഞ്ഞു, എന്റെ കുറ്റം പറഞ്ഞു, അതാരുടെ അഭിപ്രായം. എന്നെ കുറിച്ച് എനിക്കറിയാം. ഐ നോ മൈസെൽഫ്. അവർക്ക് നല്ല സെൽഫ് അവയർനെസ് ഉണ്ടാവും. അവർ പരാജയത്തിലും വിജയത്തിലും ഒരുപാട് ആഹ്ലാദിക്കത്തുമില്ല. അടുത്ത സ്റ്റെപ്പിലോട്ട് പോകത്തേ ഉള്ളൂ. അപ്പൊ ഈ സ്റ്റേബിൾ മൈൻഡ് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ കാര്യം. ഓക്കെ, എനി അതർ തിങ്? ഒന്ന് രണ്ട് പേർക്കൂടെ അഭിപ്രായം പറയാം. Good morning, sir. Good morning, sir. Wonderful session, sir. Words, words are very, very few to express my feelings. But super class, sir. Experience, Abdul sir പറഞ്ഞ മാതിരി സാറുടെ ഈ ട്രെയിനിങ് സെഷനിൽ നമുക്ക് ഫീൽ ചെയ്തത് ആ എക്സ്പീരിയൻസ് ആൻഡ് വാട്ട് ടു സേ ഫുൾ ഫ്ലോയില് വന്നു കാര്യങ്ങള്. അതേ രീതിയിൽ വളരെ ഇംപ്രസീവ് ആയിരുന്നു സർ. അത് നമ്മുടെ മനസ്സിനെ തട്ടിയിട്ടുണ്ട്. ഈച്ച് ആൻഡ് എവറിത്തിങ്. എന്റെ അഭിപ്രായത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത് ഫീൽ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ആൻഡ് നമ്മൾ ഇന്ന് സർ പറഞ്ഞതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം എന്നുള്ളതും മസ്റ്റാണ്. ജസ്റ്റ് ഒന്ന് കേട്ടാ പോരാ, അത് വി ഷുഡ് പ്രാക്ടീസ് ഇൻ അവർ ലൈഫ്. സോ ദാറ്റ് സർ പറയുന്ന മാതിരി ഏറ്റവും ലോവസ്റ്റ് നമ്മുടെ ഒരു സൊസൈറ്റിയിൽ പറയണത് ഫാമിലിയാണ്. ഈ ഫാമിലി നന്നായാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ഫോൾ ഇൻ പ്ലേസ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം സർ. ആ ഫാമിലി ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വൽ സൊസൈറ്റിക്ക് പോകുമ്പോൾ ഹാർംഫുൾ തന്നെ ആണ്. So thank you for this, and we would like to attend more sessions of yours, sir. I hope that you give us more sessions. നമ്മുടെ മൈൻഡ് പവറും ചേഞ്ച് ചെയ്തിരിക്കണം എന്നുള്ളത്. ഷുവർലി. ഇപ്പൊ ഈ ഫാമിലി, ഇപ്പൊ നമ്മള് സമൂഹത്തിനെ നമുക്ക് ഇത്രയും വളരെ പരിതാപകരമായ രീതിയിലാണ്. സാമ്പത്തികം എല്ലാം ഓക്കെയാണ്, പക്ഷെ പല വീടും അശാന്തിയുടെ കേന്ദ്രങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. ഭാര്യയും ഭർത്താവും രണ്ടു മുറി കിടക്കുന്നു, പരസ്പരം മാസങ്ങളോളം മിണ്ടുന്നില്ല, അച്ഛനും മകനും മിണ്ടുന്നില്ല. ഇതെല്ലാം ഈ സംസാരം ഒറ്റ കാര്യം കൺട്രോൾ ചെയ്താൽ. അപ്പൊ അവിടെ ഈ ആത്മഹത്യയും കൊലപാതകവും ഒക്കെ ഉണ്ടാവുന്നതിന്റെ പിറകിൽ ഒരിക്കലും ഡൗറിയോ ഒന്നും അല്ല പ്രശ്നം. ഡൗറി കുറച്ചെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ കിട്ടിയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞുള്ള സംസാരം നിയന്ത്രണമില്ലാത്ത, മദറില്ല മകളോട് സംസാരിക്കുന്നത്, ഫാദറില്ല സംസാരിക്കുന്നത്, വരൻ സംസാരിക്കുന്നത്, ബ്രൈഡ് സംസാരിക്കുന്നത് ഒക്കെ ഇമോഷണലായിട്ട് കൺട്രോൾ, EQ കുറവാണ്, ഇമോഷണൽ കൺട്രോൾ കുറവാണ്. അപ്പോ ഇത് സമൂഹത്തിനെ പഠിപ്പിക്കാൻ ഒരു മാർഗവും ഇല്ല നമുക്ക്. നമ്മൾ TV-യിലൂടെ ഇങ്ങനെ ക്ലാസ് വെച്ചാൽ ആരും അതിന് വരത്തില്ല. രണ്ടുപേര് കാണും. ഇത്തരം ക്ലാസ്സുകളൊന്നും ആർക്കും താല്പര്യമില്ല. ആ സമയത്ത് സീരിയലുകളാണ്. ഇപ്പൊ TV നമ്മളൊരു പ്രോഗ്രാം എടുക്കാന്ന് പറഞ്ഞാൽ നോ സാർ, 11 മണി വരെ ടൈമില്ല, 6 സീരിയലുണ്ട് സാർ. ഇപ്പൊ ഞാനിപ്പോ ഫാമിലി എങ്ങനെ ബെസ്റ്റ് ആക്കാം, കുടുംബ സ്വർഗമാക്കാം, ഞാനൊരു 5 മിനിറ്റ് സംസാരിക്കാൻ നിങ്ങളുടെ TV ചാനൽ എന്ന് പറഞ്ഞാൽ നോ സാർ, 11 o'clock വരെ ഞങ്ങൾക്ക് 6 സീരിയലുണ്ട്. അമ്മയമ്മ മകളെ എങ്ങനെ വിഷം കൊടുക്കാം, എങ്ങനെ കൊല്ലാം, അത് ഞങ്ങളുടെ ലേഡീസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. ഒരു ചാനലുകാരോ ഒരു പത്രക്കാരോ സഹകരിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് റൈറ്റപ്പ് നമ്മൾ എഴുതിയ ദേ വിൽ നോട്ട് പബ്ലിഷ്. സാറിന് പരസ്യമായിട്ട് കൊടുക്കാം സാർ, സാറിന്റെ പേര് വെച്ച്. സാർ 25,000 രൂപ സ്ലിപ്പും കുടിഞ്ഞ് കൊടുത്തയച്ചേനെ, നല്ല ഫാമിലി എന്നുള്ള സാറിന്റെ ആർട്ടിക്കിൾ. സാർ ഇപ്പൊ പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നത് എന്റെ ഫാമിലി ഒന്നിച്ചിട്ടിരുന്ന് സാറുടെ ഒരു ടോക്കൊക്കെ കേട്ടിരിക്കണം. നമ്മളുടെ ഇടയിൽ ഒരു ചേഞ്ച് ഓട്ടോമാറ്റിക്കലി, ഇങ്ങനത്തെ പോസിറ്റീവ് എനർജി കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ തോട്ട് പ്രോസസ്സും മാറ്റാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവും. നമ്മളെപ്പോഴും പല രീതിയിൽ കേൾക്കുമ്പോൾ, അൺവാണ്ടഡ് ആയിട്ട് കേൾക്കുമ്പോൾ, ഓൺലി ചിലതിൽ ഫോക്കസ്ഡ് ആവുമ്പോൾ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് എന്നുള്ളത് ഇപ്പൊ സാറുടെ ക്ലാസ് കേട്ടപ്പോ ഫീൽ ആയത്. സാർ ഒന്നുകൂടെ സാറുടെ സൈറ്റിന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് പറഞ്ഞാൽ നന്നായിരിക്കും. താങ്ക് യു ഫോർ യുവർ വണ്ടർഫുൾ സെഷൻ. മൈൻഡ് വിഷൻ ഇന്ത്യ. ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സാറ്. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് അതിലുണ്ട്. സ്റ്റുഡൻസിനായാലും അവരുടെ മെമ്മറി, കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാന്, അതുപോലെ ഒരുപാട് സ്റ്റഡി ടിപ്സുകളൊക്കെ ഒത്തിരി നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ആ ചാനൽ. എല്ലാവരും വാച്ച് ചെയ്യണം. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അത്. മൈൻഡ് വിഷൻ ഇന്ത്യ എന്നാണ്. ഞാനിപ്പോ സമയക്കുറവ് കൊണ്ട് യൂട്യൂബ് ഇടുന്നില്ല. ഇനിയിപ്പോ ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുറവാണ്, എങ്കിലും ആവശ്യമുള്ള എല്ലാം ഇട്ടിട്ടുണ്ട്. ഫാമിലിക്കും കുട്ടികൾക്കും വേണ്ടുന്നുള്ള എല്ലാം. ഞാൻ
സൂപ്പർ മെമ്മറി ട്രെയിനിങ് ആയിട്ട് കേരളത്തിലെ ഏതാണ്ട് 10,000 സ്കൂളൊക്കെ കവർ ചെയ്തു ഇത്രയും കൊല്ലം കൊണ്ട്, 89 തൊട്ട് ഇത്രയും കാലം. അപ്പൊ എനിക്ക് കഴിഞ്ഞ വർഷം ഒരു ഗുരുശ്രേഷ്ഠ അവാർഡും കിട്ടി സോളാർട്ട് ഇന്റർനാഷണലിന്റെ. പിന്നെ അപ്പൊ അതിനകത്ത് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പിന്നെ ഞാനിപ്പോ ഫുൾ ടൈം ഫാമിലി കൗൺസിലിങ്ങും കുട്ടികളുടെ കൗൺസിലിങ്ങും ചെയ്യുകയാണ്. നമ്പർ വേണ്ടി നോട്ട് ചെയ്യാം: 9495119100 94 95 119 100. അങ്ങനെ ഓർത്ത് വയ്ക്കാം, 119 100. അപ്പൊ നിങ്ങൾക്ക് പിന്നെ എന്ത് കാര്യം എന്നെ എപ്പോഴും വിളിച്ചാലും സംസാരിക്കാം. എപ്പോഴെങ്കിലും ഈ നമ്പറിൽ വിളിക്കാൻ ഞാൻ ഫോൺ എടുക്കും. അതുപോലെ പിന്നെ മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പൊ അത്രയും നമുക്ക് വളരെ അരമണിക്കൂർ എന്ന് പറയുന്നത് വളരെ, ഈ സബ്ജക്ട് ഞാനിപ്പോ ഈ അരമണിക്കൂർ ആക്കാൻ ഞാൻ ഇന്നലെ വളരെ കഷ്ടപ്പെട്ടു. രാത്രിയിൽ ഇരുന്ന് ഞാൻ എഴുതി. കാരണം എന്റെ ക്ലാസ് നോക്കിയാൽ 2 മണിക്കൂർ 3 മണിക്കൂർ സ്ഥിരമായിട്ട് ഞാൻ വർഷങ്ങളായിട്ട് എടുക്കുന്നത്. അപ്പൊ എനിക്ക് അരമണിക്കൂർ എങ്ങനെ ഈ മൈൻഡ് പവർ പറയും എന്നൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിനകത്ത് പ്രധാനപ്പെട്ടത് മാത്രം എടുത്താണ് ഇത് തയ്യാറാക്കിയത്. ഓക്കെ, എന്നാലും എല്ലാവരും വളരെയധികം ഇന്ററാക്ട് ചെയ്യുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരും ക്ലാസ്സുമായിട്ട്. നമുക്ക് പല സബ്ജക്ട്, മെമ്മറി, സൂപ്പർ മെമ്മറി. എന്റെ മോനെ മെമ്മറിയിൽ ലോക റെക്കോർഡ് കിട്ടി, ലിംഗ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് കിട്ടി. ഞാൻ അവന് ട്രെയിനിങ് കൊടുത്തു. അപ്പൊ എന്റെ ഈ ട്രെയിനിങ് പീരീഡിൽ ഉണ്ടായ നേട്ടങ്ങൾ ആണത്. മോനെ +1 പഠിച്ചപ്പോഴാണ് ഞാൻ ഒരു ട്രെയിനിങ് എടുത്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ അവനെയും കൂടി ട്രെയിനിങ് ഉൾപ്പെടുത്തിയിട്ട് അവന് ലിംഗ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് കിട്ടി 2007. പിന്നെ അന്നോട്ട് മെമ്മറി ട്രെയിനറായിട്ടാണ് കൂടുതൽ. പിന്നെ മൈൻഡ് പവറും പേഴ്സണാലിറ്റി ട്രെയിനിങ്ങും ഉണ്ട്. പിന്നെ ഇതുപോലെ ഫാമിലി കൗൺസിലിങ്ങും കുട്ടികളുടെ കൗൺസിലിങ്ങും കരുനാപ്പള്ളിയിലും ഓൺലൈനായിട്ടും ചെയ്യും. ഓക്കെ, എന്തെങ്കിലും ഇനി ഫർദറായിട്ട് കമന്റ് ചെയ്യാനുണ്ടോ? താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ആക്ച്വലി പ്രൊഫസർ പറഞ്ഞ പോലെ ഇറ്റ് വാസ് ജസ്റ്റ് എ ക്ലാസ്, ഒരു ക്ലാസ് അല്ലായിരുന്നു. സാറിന്റെ ലൈഫ് എക്സ്പീരിയൻസിൽ വന്ന കാര്യങ്ങൾ ഭയങ്കര എന്താ പറയാ, നമുക്ക് വെരി എനർജറ്റിക് ആൻഡ് മീനിങ് ഫുൾ ആയിട്ട് കിട്ടിയൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ആൻഡ് ഡെഫിനറ്റ്ലി വിൽ എക്സ്പെക്ട് മോർ സെഷൻ ലൈക്ക് ദിസ്. സാറിന്റെ ഇതുപോലത്തെ ക്ലാസ് ഇനിയും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഇന്ന് മിസ്സായ ഒരുപാട് പേരുണ്ട്. സാറിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ട്രൂലി വാല്യുബിൾ സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച് സർ. അപ്പൊ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആരെങ്കിലും വരാൻ പറ്റാതെ എന്തെങ്കിലും അസൗകര്യം വന്ന് വിളിച്ചാൽ മതി. എനിക്കിപ്പോ ക്ലാസ് എടുക്കാൻ പെട്ടെന്ന് പ്രിപ്പറേഷന്റെ ആവശ്യമില്ല. എനി സബ്ജക്ട് റിലേറ്റഡ് ടു മെന്റൽ ഹെൽത്തിന് എടുക്കുന്നതിന് ഒരാവശ്യമില്ല. മേഡം ഇപ്പൊ രാവിലെ 5:15 വിളിച്ച് പറയും, സാറേ ഇന്ന് വരേണ്ട ആൾ വന്നില്ല, സുഖമില്ല, പനി പിടിച്ചു എന്ന് പറഞ്ഞാലേ ഞാൻ ഉറക്കത്തിൽ നിന്ന് ചെങ്ങ് കയറിക്കോളാം. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. Thank you very much, sir. It was such an energizing and very valuable information. പറഞ്ഞറിയിക്കാൻ മേല. നമ്മളെ മൈൻഡ് പവറിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു നമ്മളിലേക്ക് തന്നെ ഒരു ചിന്തിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അതുപോലെ കുറേയേറെ നല്ല നല്ല ടിപ്സും നല്ല എങ്ങനെ അത് ഡെവലപ്പ് ചെയ്തെടുക്കാമെന്നുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നു. സോ വെരി പവർഫുൾ ആൻഡ് എനർജറ്റിക്. താങ്ക് യു വെരി മച്ച്, റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതൂടെ പറയാം. ഈ മൈൻഡ് പവർ കൂട്ടുന്നതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ വിട്ടുപോയി. ഇമോഷണൽ ഇൻഡിപെൻഡൻസ് അത് നേടിയെടുക്കണം. ഞാനത് നേടിയ ഒരാളാണ്. അതുകൊണ്ട് നിങ്ങളുടെ നല്ല വാക്കോ ചീത്ത വാക്കുകളോ ഒന്നും എന്നെ ബാധിക്കുന്നില്ല. ഇപ്പൊ സാറിന്റെ ക്ലാസ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞാലും ഞാൻ സുഖമായിട്ട് പോയി ചായയും കുടിച്ചിട്ട് വളരെ ഹാപ്പി ആയിട്ടിരിക്കും. പക്ഷെ ഞാൻ 89 ക്ലാസ് എടുക്കുമ്പോ അങ്ങനെ ഒരു വാക്ക് ഒരാൾ പറഞ്ഞാല് ഞാൻ അന്ന് മൊത്തം ഡൗൺ ആയിരിക്കും ഒരാഴ്ചത്തേക്ക്. വീട്ടിൽ വന്ന് പറയും. അതിനിടയ്ക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഒരുത്തം പറഞ്ഞു ഇതൊക്കെ തട്ടിപ്പാണെന്ന് പറഞ്ഞു. എനിക്ക് ഉറക്കം വരത്തില്ല. അന്ന് ഞാൻ ഇമോഷണലി ഡിപ്പെൻഡന്റ് ആയിരുന്നു. ഇപ്പൊ ഞാൻ ഇമോഷണലി ഇൻഡിപെൻഡന്റ്. ആരുടെയും സംസാരം എന്നെ ഹാപ്പി ആക്കാൻ ആവശ്യമില്ല. ആരുടെയും വർത്തമാനവും ആക്ടിവിറ്റിയോ എന്റെ സന്തോഷത്തെയോ ബാധിക്കുന്നില്ല. ഐ ആം ഫ്രീ. അതൊക്കെ അവരുടെ അഭിപ്രായം. ഐ ആം ലീസ്റ്റ് ബോതേഡ് അബൌട്ട് ഇറ്റ്. ഈ ഒരു മെന്റാലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ മൊമെന്റിലും ഹാപ്പി ആയിരിക്കും. അപ്പൊ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. മറ്റുള്ളവരുടെ വർത്തമാനങ്ങൾ നമ്മളെ, അതായത് ഹാവ് റെസിസ്റ്റന്റ് ടു അതേഴ്സ് കമന്റ്സ്. ഒരു കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. മാഡം ഒരു മിനിറ്റ് സമയമുണ്ടോ? അതായത് ഒരു സന്യാസി ഒരു വനത്തിൽ തപസ് ചെയ്യാണ് ഫോറസ്റ്റില്. അപ്പോ അതില് ഒരു കുതിര പോയി. അത് കഴിഞ്ഞ ഒരാൾ പോയി. അപ്പൊ അദ്ദേഹം വളരെ ധ്യാനത്തിൽ ഇരിക്കുകയാണ്, സന്യാസി കണ്ണടച്ച് വികൃത വേഷവുമായിട്ട്. അപ്പൊ അത് കഴിഞ്ഞ് വേറൊരാൾ പോയി. അത് കഴിഞ്ഞ് വേറൊരാൾ വന്നു. അപ്പോ ഇപ്പൊ വന്ന ആള് സാഷ്ടാംഗ പ്രണാമം ചെയ്തിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലയോ മഹാനായ താപസ ശ്രേഷ്ഠ, അങ്ങേക്ക് വണക്കം.
ഇതില് ഒരു കുതിരയും ഏതാനും ആളുകളും പോയിരുന്നോ? സന്യാസി മൗനം വെടിഞ്ഞിട്ട് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, അങ്ങേക്ക് വണക്കം. ഇതിലെ ഒരു കുതിര പോയി, ഇതിലെ ഒരു ഭടൻ പോയി, പിന്നെ അങ്ങയുടെ മന്ത്രി പോയി, ഇപ്പൊ അങ്ങ് മഹാരാജാവ് തന്നെ വന്നിരിക്കുന്നു. എന്താണ് പ്രശ്നം? അയ്യോ, അങ്ങേക്ക് എങ്ങനെ മനസ്സിലായി? അങ്ങ് കണ്ണടച്ച് ധ്യാനത്തിരിക്കുകയാണല്ലോ, കണ്ണ് തുറക്കുന്നേ ഇല്ലല്ലോ. അതിന് കണ്ണ് തുറക്കേണ്ട കാര്യമില്ല. കുതിര കുളമ്പടി കേട്ട് എനിക്ക് മനസ്സിലായി കുതിരയാണ്. പിന്നെ വന്നവൻ എന്നോട് ചോദിച്ചു, എടോ ഇതിലെ ഒരു കുതിര പോയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അനങ്ങിയില്ല, ഞാൻ മൗനത്തിലായിരുന്നു. അവൻ വീണ്ടും ചോദിച്ചു. അവന് പെട്ടെന്ന് ദേഷ്യം വന്നു. എടാ പൊട്ടക്കണ്ണ, എന്തോ കണ്ണടച്ചിരിക്കുന്നേ, വൃത്തികെട്ടവൻ എന്ന് പറഞ്ഞിട്ട് എന്റെ താടിയും മുടിയൊക്കെ വലിച്ചു പറിച്ച് എനിക്ക് അടിയിൽ തന്നിട്ട് പോയി. അവനോട് മിണ്ടാത്തന്റെ ദേഷ്യം. പിന്നെ അങ്ങയുടെ മന്ത്രി വന്നു. അയാൾ പറഞ്ഞു, എടോ സന്യാസി, ഇതിലെ ഒരു കുതിരയും ഒരു ഭടനും പോയോ? ഞാൻ മിണ്ടിയില്ല. എന്താടോ മിണ്ടാത്തത് എന്ന് പറഞ്ഞ അയാൾ പോയി ചെറിയ ദേഷ്യത്തോടെ. ഇപ്പൊ അങ്ങ് വന്ന് എന്റെ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട്, അല്ലയോ മഹാനായ താപസ ശ്രേഷ്ഠ, അങ്ങയ്ക്ക് പ്രണാമം എന്ന് പറഞ്ഞപ്പോൾ ഇതൊരു മഹത് വ്യക്തിയിൽ നിന്ന് മാത്രം പാരമ്പര്യവും കൾച്ചറും എഡ്യൂക്കേഷനും ഉള്ള ആൾ മാത്രമേ ഇതുപോലൊരു സംസാരം ഉണ്ടാവുകയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചങ്ങയെ മഹാരാജാവ് എന്ന് സംബോധന ചെയ്തത്. അപ്പൊ നമ്മളെന്ന് പറയുന്ന വ്യക്തിയെ 10 പേര് 10 രീതി മനസ്സിലാക്കുകയും 10 രീതി നമ്മളോട് പെരുമാറുകയും ചെയ്യുമ്പോൾ ഓരോരുത്തരും ഇതൊന്നും നമ്മൾ ചലിക്കേണ്ട കാര്യമില്ല, നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. മറിച്ച് അവരെ മനസ്സിലാക്കാനുള്ള അവസരം മാത്രമാണ്. നമ്മുടെ ഉള്ളിൽ അവരെ ശരിക്കും മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ അവരുടെ കൾച്ചർ, ഇത്രയേ ഉള്ളൂ അവരുടെ ക്വാളിറ്റി. അല്ലാതെ നമ്മൾ ഹാവ് റെസിസ്റ്റന്റ് ടു അതേഴ്സ് കമന്റ്സ്, ഇത് ജീവിതത്തിൽ പഠിക്കേണ്ട കാര്യമാണ്. മറ്റുള്ളവരുടെ കമന്റ്സിന് അമിതമായ വില കൽപ്പിക്കരുത്. അത് നമ്മളെ ടച്ച് ചെയ്യാൻ പാടില്ല. ചേമ്പലിൽ വെള്ളം വീഴുന്ന പോലെ അത് പോണം. എന്നാൽ മാത്രമേ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റൂ. കാരണം നമ്മളെ ഓരോരുത്തരും വിമർശിക്കുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും നമ്മൾ ഡൗൺ ആയി പോയാൽ നമുക്ക് മുന്നോട്ടുള്ള പ്രയാണം തടസ്സപ്പെടും. അപ്പൊ ഇതെല്ലാവരും ഓർമ്മയിരിക്കണം. ഇമോഷണലി ഇൻഡിപെൻഡന്റ് ആവുക, ഇതൊരു വലിയ സബ്ജക്റ്റ് ആണ്. ബി ഇമോഷണലി ഇൻഡിപെൻഡന്റ്. നിങ്ങൾ എത്രമാത്രം ഇമോഷണലി ഇൻഡിപെൻഡന്റ് ആവുന്നോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ധന്യതയും സന്തോഷവും സംതൃപ്തിയും എല്ലാം കൂടും. ഓക്കെ ഓക്കെ, താങ്ക് യു. ബോബി മാം എന്തോ പറയണ്ടായിരുന്നു? സാറേ, നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഞാനുണ്ടല്ലോ ഇത്തിരി ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പൊ ഞാൻ ആദ്യം കേട്ട ക്വസ്റ്റ്യൻ കുറച്ച് ലേറ്റ് ആയി. അപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ ഒക്കെ കേട്ട് ഇങ്ങനെ പെട്ടെന്ന് ആൻസർ ഒക്കെ ചെയ്ത് മെഡിറ്റേഷൻ ഒക്കെ പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിലെ ചിന്തയില് മെഡിറ്റേഷൻ ആണ് ഏറ്റവും നല്ല മാർഗം മൈൻഡ് പവറിന് എന്ന്. അതായത് നമ്മളിങ്ങനെ പിന്നെ ഞാൻ ചിന്തിച്ചു, സാർ പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്കിത് പെട്ടെന്ന് മനസ്സിലായേ. അതായത് ശരിയാ, നല്ല മൈൻഡ് പവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്തിരി നല്ല പവറിൽ ഇരുന്നാലേ നമുക്ക് മെഡിറ്റേഷൻ പോലും സാധ്യമാവും അല്ലേ? അപ്പൊ സാറ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ, അതായത് ഫാമിലി ബോണ്ടിങ് ആണെങ്കിലും ഇമോഷണൽ ബാലൻസ് ആണെങ്കിലും എല്ലാ പോയിന്റ്സും കേട്ടോ സാറേ വളരെ നല്ലതായിരുന്നു. ഞാൻ എവിടം തൊട്ടാണ് എങ്ങനെയാണ് നമുക്ക് മൈൻഡ് പവർ നേടിയെടുക്കാൻ പറ്റുന്നത് അവിടം തൊട്ടാണ് ഞാൻ ക്ലാസ് കേട്ടത്, ബാക്കി കേട്ടിട്ടില്ല. പക്ഷെ റെക്കോർഡ് ഉണ്ടല്ലോ, മൊത്തം കേട്ടിട്ട് മാഡം കമന്റ് ഇടുക എന്നെ വിളിക്കുകയോ ചെയ്യാം. ഓക്കെ സാറേ. റെക്കോർഡ് ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ പ്രത്യേകമായിട്ട് മെഡിറ്റേഷൻ ചെയ്യാറില്ല. എപ്പോഴും നമ്മൾ മെഡിറ്റേഷൻ ലെവലിലായിരിക്കണം. ആൽഫ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, ബ്രെയിൻ വേവ് ഫ്രീക്വൻസി 8 മുതൽ 12 വരെ വരുന്ന ടൈമാണ് ഈ ആൽഫ മെഡിറ്റേഷൻ. അപ്പൊ ഞാന് ഇപ്പൊ നല്ല ഫാമിലി ഉള്ള ആളിനെ, നല്ല സ്നേഹബന്ധമായിട്ട് പോകുന്ന ആളിനെ സ്നേഹിക്കുമ്പോഴും സ്നേഹിക്കപ്പെടുമ്പോഴും നമ്മൾ മെഡിറ്റേഷനിലാണ്. അപ്പൊ എന്റെ ഭാര്യ രാവിലെ ചായ ഉണ്ടെന്ന് ഞാനിങ്ങനെ എന്റെ കൗൺസിലിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ ചായയും കൊണ്ടുവരും. അപ്പൊ നിന്റെ ചായ എന്ത് ചെയ്യും? അടുക്കളയിൽ ഇരിക്കുക, എടുത്തോണ്ട് പോവാ, നീ എടുത്തിരിക്കുമ്പോഴല്ലേ എനിക്കൊരു പവർ വരുന്നത്, സന്തോഷം വരുന്നത്. ആണോ, ഞാൻ എടുത്തോണ്ട് വരാം. അങ്ങനെ ഇരുന്ന് ചായയും കുടിച്ച് 2 ചിപ്സ് അവൾക്ക് കൊടുത്ത് പരസ്പരം ചായ കുടിക്കുമ്പോ ഞാൻ മെഡിറ്റേഷനിലാണ്. ഓ സൂപ്പർ കേട്ടോ സാറേ. തിരിച്ച് ചായ കൊണ്ടുവന്ന് ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല, ഞാൻ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ചായ വെച്ചിട്ട് പോയി, എന്നിട്ട് എന്തോ സംസാരിച്ച് പരസ്പരം തെറ്റി. എന്റെ മെഡിറ്റേഷൻ ലെവലിൽ പോയി ഇന്ന് മൊത്തം. പിന്നെ മെഡിറ്റേഷൻ ചെയ്തിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. സ്നേഹിക്കുമ്പോഴും സ്നേഹിക്കപ്പെടുമ്പോഴുമാണ് നമ്പർ 1 മെഡിറ്റേഷൻ. അപ്പൊ അതിനുള്ള അവസരം വീട്ടിൽ ഉണ്ടാവണം, സ്നേഹിക്കാൻ ആൾ വേണം, അതിനുള്ള വഴി നമ്മൾ ഒരുക്കണം. കരുനാഗപ്പള്ളി തന്നെ കൗൺസിലിംഗ് സെന്ററും വീടും, ഫാമിലി കൗൺസിലിംഗും കുട്ടികളുടെ കൗൺസിലിംഗ് വീടും കരുനാഗപ്പള്ളി ടൗണിൽ തന്നെയാണ്. മൈൻഡ് വിഷൻ കൗൺസിലിംഗ് സെന്റർ കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷനിലാണ്. അപ്പോ ഇത് ഈ മെഡിറ്റേഷന്റെ ഇപ്പൊ ഞാനിപ്പോ നിങ്ങൾക്ക് ക്ലാസ് എടുത്തപ്പോ മെഡിറ്റേഷനിലാണ്. ഇതാണ് നമ്മൾ ശരിക്കും ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ ഫോർമൽ മെഡിറ്റേഷൻ, ബ്രീത്തിങ്ങിലൂടെ മൈൻഡ്ഫുൾനെസ്, അതെല്ലാം സാധാരണക്കാർക്ക് ആദ്യം വരുന്നവർക്കുള്ളതാണ്. ഇതൊരു ലെവലായി കഴിഞ്ഞാല് ഞാനിപ്പോ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാറില്ല.
കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സിന് വേണ്ടിയുള്ള പോയിന്റ് എഴുതിയപ്പോൾ ഞാൻ മെഡിറ്റേഷനിലാണ്. നിങ്ങൾക്ക് ക്ലാസ് എടുത്തപ്പോൾ എന്റെ ഇത്രയും 36 കൊല്ലത്തെ എക്സ്പീരിയൻസിൽ നിന്ന് പിന്നെ 10,000 ക്ലാസ് എടുത്തതിൽ നിന്ന് അരമണിക്കൂർ എന്ത് പറയണം എന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോൾ ഞാൻ മെഡിറ്റേറ്റീവ് ലെവലിലായപ്പോൾ അത് കറക്റ്റായിട്ട് കയറി വരുന്നു. എന്റെ ഉപബോധ മനസ്സും എന്റെ ബോധ മനസ്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് എനിക്ക് ആവശ്യമുള്ളത് എന്റെ സോള് തന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ആൽഫ ലെവലിലോ മെഡിറ്റേഷനിലോ അല്ലെങ്കിൽ ഇതൊന്നും വരത്തില്ല, പറയാൻ പറ്റത്തില്ല. പറയുന്നതിന് അവസാനം ക്ലാസ് കഴിയുമ്പോൾ അയ്യോ പറയണമെന്ന് വിചാരിച്ചത് പലതും പറയാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിക്കും. അപ്പൊ മെഡിറ്റേഷൻ ഫുൾ ടൈം ആഹാരം കഴിക്കുമ്പോൾ മെഡിറ്റേഷനിലായിരിക്കണം. ഡിസ്റ്റർബ്ഡ് മൈൻഡ് ഉള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. അതിപ്പോ പ്രാണായാമവും മറ്റേ ആ മെഡിറ്റേഷൻ ടെക്നിക്കുകളൊക്കെ അഡോപ്റ്റ് ചെയ്ത് ഡിസ്റ്റർബൻസ് മാറ്റാം. പക്ഷെ അതെല്ലാം സെക്കൻഡറി ആണ്. പ്രൈമറി സ്നേഹമാണ്. സ്നേഹം കൊടുക്കുമ്പോഴും സ്നേഹം കിട്ടുമ്പോഴും നമ്മുടെ എനർജി ലെവൽ കൂടും. പന്തെറിയുന്ന പോലെയാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഷെയർ ചെയ്തിട്ട് മെഡിറ്റേഷനിലേക്ക് വരിക. ലവ് മെഡിറ്റേഷൻ നമ്പർ 1. ഓക്കെ സർ, ഗുഡ് മോർണിംഗ് സർ. വളരെ നല്ലൊരു സെക്ഷൻ ആയിരുന്നു. അപ്പൊ സാറ് പറഞ്ഞ പോലെ മൈൻഡ് പവർ വലിയൊരു സെക്ഷനാണ്, വലിയൊരു വിഷയമാണ്. പക്ഷെ അത് ഇത്ര ഒരു അരമണിക്കൂർ കൊണ്ട് വളരെ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവന്നത് വളരെയധികം എഫക്റ്റീവായി എല്ലാവർക്കും, കേട്ടിരുന്നവർക്കും. നമ്മൾ സാധാരണ കേൾക്കുന്ന വിഷയങ്ങളെക്കാൾ വേറിട്ട ഒരു സബ്ജക്റ്റ് ആയിരുന്നു സാർ ഈ പറഞ്ഞതല്ല. സാർ ഈ പറഞ്ഞ മെഡിറ്റേഷൻ, ഇപ്പൊ പറഞ്ഞ മെഡിറ്റേഷൻ വരെ ഈ മൈൻഡ് പവർ ട്രെയിനിങ് തന്നെ ഒരുപാട് പേര് എടുക്കുന്നത് അതിന്റെ ശരിയായ രീതിയിലായിരിക്കത്തില്ല. അവര് ഇപ്പൊ തീക്കകത്തൂടെ നടത്തുക, പിന്നെ വലിയ ഹോട്ടലിലൊക്കെ ക്ലാസ് വെച്ചിട്ട് തീക്കകത്തൂടെ ചാടിക്കുക, അല്ലെങ്കിൽ മറ്റേ സാഹസികമായ വർക്കുകൾ ചെയ്യുക. അതെല്ലാം തിരിച്ചു വന്നു കഴിയുമ്പം അവർക്ക് ആ ചെയ്യുമ്പോൾ അന്നേരം ഒരു ത്രില്ലുണ്ടെന്നുള്ള അല്ലാതെ അതിലൂടെ അയാളുടെ ഫാമിലി കുഴപ്പമായി കിടക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരിക്കലും മെന്റൽ പവർ കിട്ടത്തില്ല. ഡിസ്റ്റർബ്ഡ് മൈൻഡ് ഒരിക്കലും പവർഫുൾ മൈൻഡ് അല്ലല്ലോ. നമുക്ക് ഭാവിയെ കുറിച്ച് ഒരു ഉറപ്പും സുരക്ഷയും ഒക്കെ വേണം, സേഫ്റ്റി. അതിൽ നിന്നാണ് പവർഫുൾ മൈൻഡ് ജനറേറ്റ് ചെയ്യുന്നതും ജീവിതത്തിന്റെ വിജയങ്ങൾ ഓരോന്നായിട്ട് കൊയ്തെടുക്കുന്നതും. ഉറപ്പായിട്ടും എന്തായാലും വളരെ സെക്ഷൻ ആയിരുന്നു സാർ. താങ്ക് യു ഫോർ അഭിരാമാണ് കൂടുതൽ സമയം വീഡിയോ ഓൺ ചെയ്ത് ചാറ്റ് ഇന്ററാക്ട് ചെയ്തത്. താങ്ക് യു സർ. അപ്പൊ നമുക്കിന്ന് മൈൻഡ് ചെയ്യാം. എല്ലാവർക്കും ചായ കുടിക്കാനൊക്കെയുള്ള സമയമായി തോന്നുന്നു. അപ്പൊ നല്ലൊരു സെക്ഷൻ ഞാൻ എൻജോയ് ചെയ്തു. കാരണം നിങ്ങൾ സാധാരണ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴേ ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് പേരേ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ഞാനിപ്പോ മോർണിംഗ് സർക്കിളിൽ വരണമെന്ന് തന്നെ സജന മാമിനോട് സംസാരിക്കാൻ കാരണം ഒരേപോലെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ക്ലാസ് എടുക്കുമ്പോഴേ നമുക്ക് ആ ആശയങ്ങൾ പരസ്പരം വിനിമയം ചെയ്യുകയും നമുക്ക് ഏറ്റവും ഒരു പഠിപ്പിക്കുന്ന അധ്യാപകന് ഏറ്റവും സന്തോഷം തോന്നുന്ന എപ്പോഴാണ് ആ പറഞ്ഞ അതേ സെൻസിൽ നമ്മുടെ സ്റ്റുഡൻസ് അത് കിട്ടുമ്പോഴാണ്. അപ്പൊ ഞാൻ ഡിപ്ലോമ കൗൺസിലിംഗ് ക്ലാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാ ആഴ്ചയും ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ എന്റെ വിദ്യാർത്ഥികളുമായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവരത് ഓരോ ഞാൻ പറയുന്ന കൺസെപ്റ്റുകൾ മനസ്സിൽ പറഞ്ഞ് സന്തോഷിക്കുമ്പോഴേ അതൊരു വണ്ടർഫുൾ കൺസെപ്റ്റ് ആണ്. അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. അതിലൂടെ അപ്പൊ നമ്മൾ ആൽഫ ലെവലിലായി, നമ്മൾ ഹാപ്പിയായി. നമുക്ക് ഒരിക്കലും ടീച്ചിങ് ബർണല്ല. അപ്പൊ ഇങ്ങനെ മൈൻഡ്ഫുൾനെസ് ആയിട്ട് ആൽഫ ലെവലിൽ പഠിപ്പിക്കുകയും ജോലി ചെയ്യുകയും ചെയ്താലുള്ള ഗുണം എന്താ? ക്ഷീണമില്ല. വൈകിട്ട് വരെ ക്ലാസ് എടുത്താലും ക്ഷീണമില്ല. അപ്പൊ ഞാൻ ഒണ്ടേ പ്രോഗ്രാം ഒക്കെ വെക്കുമ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ, രാവിലെ 9 മണി തൊട്ട് 5:30 ഇരിക്കുന്നത്. അതുവരെ നിന്ന് ക്ലാസ് എടുക്കുകയാണ്. ഒരു പൊടി പോലും ക്ഷീണമില്ല. കാരണം നമ്മൾ ആൽഫ സ്റ്റേറ്റിലാണ്. ആ വർക്ക് എൻജോയ് ചെയ്യുക. ഒരിക്കലും ക്ലാസ് തീർത്തിട്ട് എനിക്ക് പോയി റെസ്റ്റ് എടുക്കണം, AC റൂമിൽ പോയി കിടക്കണം, അങ്ങനെ ചിന്തയില്ല. ക്ലാസ് തന്നെയാണ് നമ്മുടെ റെസ്റ്റ് സമയം. ഒട്ടും എനർജി വേസ്റ്റ് വരത്തില്ല. ഏത് കാര്യം ഇതുപോലെ എൻജോയ് ചെയ്ത് ചെയ്യുക. അതിന് ഡെഡിക്കേഷൻ, അങ്ങേയറ്റം ആത്മാർത്ഥത കാണിക്കുക. നമ്മൾ ചെയ്യുന്ന വർക്കിനോട് അങ്ങേയറ്റം ആത്മാർത്ഥത കാണിച്ചു കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ എനർജിയും ഇപ്പൊ നമ്മുടെ ഈഗോ ഇല്ലാതാവും. ഒന്നാമത് ഈഗോ ഒട്ടും ഇല്ലാതാവാൻ പറ്റത്തില്ല. നമുക്കൊരു കുറച്ച് ഈഗോ ഉണ്ടാവും. എന്നാലും നമ്മൾ ഈഗോ കുറയ്ക്കണം. നമുക്ക് എല്ലാവർക്കും, എനിക്കൊക്കെ ആദ്യം ഭയങ്കര ഈഗോ ആയിരുന്നു. ആദ്യം ഞാൻ ഈ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ ഏതെങ്കിലും വേറെ ട്രെയിനർ നല്ല ക്ലാസ് ആയിരുന്നെന്ന് ആരെങ്കിലും വന്ന് പറയുമ്പോൾ പെട്ടെന്ന് കുറച്ചു നേരത്തേക്ക് ഒരു മനപ്രയാസമാണ്. അയാളുടെ ക്ലാസ് അത്ര നല്ലതായിരുന്നു. അപ്പൊ ഞാൻ 89 തുടങ്ങി 90, 91 കാലഘട്ടത്തിലൊക്കെ ആദ്യം ഒരു സാധാരണ മനുഷ്യനാണ്. ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ, വഴക്ക് പറഞ്ഞാൽ, കളിയാക്കിയാൽ ഡൗൺ ആവും. ആരെങ്കിലും നമ്മളെക്കാട്ടി നല്ല ട്രെയിനേഴ്സ് ഉണ്ട്, മിടുക്കനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയത്തില്ല, 2-3 മണിക്കൂറത്തേക്ക് മനസ്സിനൊരു വിഷമം. അപ്പൊ എനിക്ക് മനസ്സിലായി ഈഗോ നിൽക്കുക, നമ്മൾ വലിയ ആളാണെന്ന്. അതെല്ലാം കളയുക. നമ്മൾ പ്യൂർ ആവുക, ശുദ്ധമാവുക, മനസ്സിനെ ശുദ്ധീകരിക്കുക. ഇത് ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യമാണ്. ക്ലീനിങ് ഓഫ് മൈൻഡ്. അതിലൂടെ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് അനുഭവിക്കാൻ പറ്റും. ഭയങ്കരമായ ഹാപ്പിനെസ്. ഓരോ ഡേയും ഫുൾ. വല്ലപ്പോഴും ഹാപ്പി ആയാൽ പോരാ, ഫുൾ ടൈം ഹാപ്പിയാണ്. ഓക്കെ. നമ്മളെ നശിപ്പിക്കുന്നു. സാർ ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം, ഇപ്പം ഞാൻ മുമ്പൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു മോശം പറഞ്ഞാൽ പിന്നെ അവരോട് ഇങ്ങനെ ചോദിക്കും എന്താണ് അങ്ങനെ പറഞ്ഞത്,
എന്നിട്ട് അവസാനം അവരെ കൊണ്ട് തന്നെ നല്ലത് പറയിപ്പിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തിയിരുന്നു. ഞാൻ ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് സൈക്കോളജി ഒക്കെ പഠിക്കാൻ തുടങ്ങിയപ്പം ഈ എൻ്റെ അടുത്ത് ഒരാളിങ്ങനെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞ് അതിൻ്റെ ഒരു ഹിൻറ്റ് മാത്രം തന്ന് എന്നിട്ട് ആളങ്ങ് പോയി. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കും, എൻ്റെ മുമ്പത്തെ സ്വഭാവം വെച്ചാണെങ്കിൽ ഞാൻ ചിലപ്പോൾ അയാളെ വിളിച്ചിട്ട് ചോദിക്കുമായിരുന്നു, എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്, എന്താണ് എൻ്റെ ഭാഗത്തുള്ള നെഗറ്റീവ് എന്ന്. പക്ഷെ അന്ന് ഞാൻ ആലോചിച്ചു, എനിക്കതൊരു പ്രശ്നമേ ആയില്ല, ഞാനതങ്ങ് വിട്ടു. ആൾ പറയുകയാണെങ്കിൽ പറയട്ടെ. അത് തരുന്നൊരു പീസ് എന്ന് പറയുന്നത്, ഒരു സമാധാനം എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അതല്ലെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം മൊത്തം അങ്ങ് പോകും, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു കാര്യവും നടക്കില്ല. എന്നാൽ ചിലപ്പോൾ അയാൾ നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ച് കൂട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, അത്രയൊന്നും ചിലപ്പോൾ ആൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. ആളൊരു ചെറിയ കാര്യം പറഞ്ഞു പോകാനായിരിക്കും ഉദ്ദേശിച്ചത്. അപ്പൊ Correct ആണ്. ഇമോഷണൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഒരു വലിയ ഇമോഷണൽ കാര്യം ഇൻഡിപെൻഡൻസി തന്നെ. അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആദ്യത്തെ നമ്പർ അതെ 1. അത് നേടിയെടുക്കണം. അത് ചെറിയ കാര്യമല്ല. അത് ദിവസമുള്ള പ്രാക്ടീസ് കൊണ്ട് ഒരാളുടെ സംസാരം, പെരുമാറ്റം എന്നെ ടച്ച് ചെയ്യത്തില്ല, എനിക്കത് ബാധകമേ അല്ല. ആർക്കെന്ത് വേണമെങ്കിലും പറയാം. ഞാൻ അവരോട് ആർഗ്യൂ ചെയ്യാൻ പോകുന്നില്ല, ദേഷ്യപ്പെടാൻ പോകുന്നില്ല. അപ്പൊ ദേഷ്യം നിയന്ത്രിക്കുക എന്നുള്ളതാണ് ആദ്യം. ഞാൻ ഏതാണ്ട് 10-20 കൊല്ലമായി ദേഷ്യപ്പെട്ടിട്ട്. അത് ഞാൻ എൻ്റെ ഒരു പ്രസ്റ്റീജ് ആയിട്ട് കൊണ്ടു നടക്കുകയാണ്. ഞാൻ ആരോടും ദേഷ്യപ്പെടത്തില്ല. എന്തെല്ലാം പറഞ്ഞാലും, എത്ര മോശമായിട്ട് പെരുമാറിയാലും, വീട്ടിലായാലും മറ്റുള്ളിടത്തായാലും ദേഷ്യപ്പെടുന്നത് മിനി മാഡ്നസ്. ആങ്കർ എന്ന് പറഞ്ഞാൽ അല്പനേരത്തേക്കുള്ള മിനി മാഡ്നസ് ആണ്, അല്പനേരത്തേക്കുള്ള മാഡ്നസ് ആണ്. അപ്പൊ അത്രയും മോശമായ കാര്യം ഞാൻ എന്ന് മനസ്സിലാക്കിയ പിന്നെ ഞാൻ എന്തിനാ ചെയ്യുന്നത്? ഇഗ്നോർ ചെയ്യുക. ആർട്ട് ഓഫ് ഇഗ്നോറിങ്. ഇഗ്നോർ ചെയ്യുക. മറ്റുള്ളവരുടെ വർത്തമാനങ്ങളെ ഇഗ്നോർ ചെയ്യാൻ പഠിക്കുക. ഇതെല്ലാം ബോധപൂർവം നമ്മൾ ചെയ്യുന്നതാണ്. നമ്മളൊരു ചിരി മാത്രം ചിരിക്കും. ഒരാളോട് അങ്ങേയറ്റം മോശമായിട്ട് നമ്മളോട് പെരുമാറി കഴിയുമ്പോൾ ഒരു പുഞ്ചിരിയിലങ്ങ് ഒതുക്കും. അത് പഠിച്ചു കഴിയും. അത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ ജീവിതത്തിലെ എന്തോ വിജയമാണെന്നറിയാമോ? അത് സത്യം പറഞ്ഞാൽ ഇതെല്ലാം പഠിച്ചപ്പോഴാണ് ജീവിതം ആസ്വദിക്കുന്നത്. ആദ്യ വർഷങ്ങളെല്ലാം വെറുതെ പാടിപ്പോയി. ഇപ്പോഴാണ് ജീവിതം ഓരോ മൊമെന്റും ആസ്വദിക്കുന്നത്. ഈഗോ ഇല്ല, അതുപോലെ മൈൻഡ്ഫുൾനെസ് കിട്ടി, എല്ലാ വർക്കുകളും ചെയ്യുന്നു. എക്സ്പീരിയൻസസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്നത് അതായിരിക്കും അല്ലേ സാറേ? സാർ പറഞ്ഞത്. അല്ല, ഇത്തരം അറിവുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള അറിവുകളാണ് നമ്മുടെ ജീവിതം ഹാപ്പി ആക്കാൻ വേണ്ടത്. അല്ല പണമോ പ്രതാപമോ അല്ല. പണം വളരെ കുറച്ചാണെങ്കിലും നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. പക്ഷെ ഈ ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ഇല്ലെങ്കിൽ ഓരോരുത്തരുടെ വർത്തമാനവും നമ്മളെ ഇങ്ങനെ നമ്മുടെ പുറകെ കൂടും. നമ്മുടെ മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരുടെ കളിയാക്കലുകൾ, കുറ്റപ്പെടുത്തലുകൾ, ബന്ധുക്കളുടെ വർത്തമാനങ്ങൾ, കൊച്ചാക്കിയുള്ള സംസാരം, ഇതൊക്കെ ബാധിക്കാൻ തുടങ്ങിയാൽ ഒരു രക്ഷയില്ല. അപ്പൊ ഇതിൽ നിന്നെല്ലാം ഫ്രീ ആവണം. അത് അവരുടെ അഭിപ്രായം, അത് അവരുടെ വർത്തമാനം. ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല എന്ന് മനസ്സിൽ പറഞ്ഞ് സെൽഫ് കമാൻഡ് കൊടുത്ത്, ആട്ടോ സജഷൻ കൊടുത്ത് മൈൻഡിനെ ക്ലീൻ ചെയ്യണം. നമ്മുടെ ഉപബോധ മനസ്സിനെ നമ്മൾ പവർഫുൾ ആക്കി മാറ്റണം. ഓക്കെ. അപ്പോ നിങ്ങളുടെ സംശയങ്ങളെല്ലാം സാറേ ഒരു മിനിറ്റ് സാറേ, നമസ്കാരം. നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. പിന്നെ നമ്മള് പ്രവർത്തിക്കുന്നതും പറയുന്നതും തമ്മിലൊരു ഇന്റർ കണക്ഷൻ ഉണ്ടാവണം എന്നുള്ളൊരു ഇതും കൂടി ഉണ്ട്. അത് സാറിന്റെ ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് മനസ്സിലായി. സാർ അത് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇത്രയും ബോൾഡായിട്ട് നല്ല കോൺഫിഡൻസ് ആയിട്ട് സാറിന് പറയാൻ പറ്റും എന്നുള്ളത് വളരെ അപ്രിസിയേഷൻ ആണ്. താങ്ക് യു സാർ. അടിപൊളി സെഷൻ ആയിരുന്നു. വേറൊരു ട്രെയിനർ കേട്ടിട്ട് ഒരു ക്ലാസ് എടുക്കാൻ പോകും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് പണ്ട്. വേറെ ചില ട്രെയിനേഴ്സിന്റെ ക്ലാസ് കേട്ടിട്ട് ക്ലാസ് എടുക്കാൻ പോയാൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് നമുക്കൊരു കാര്യം പറയാനോ അവരത് അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യത്തില്ല. നമ്മുടെ ജീവിതത്തിൽ അത് ഓരോന്നും പകർത്തി നമ്മളത് പൂർണ്ണമായും നമ്മൾ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ നമുക്കൊരു കൗൺസിലിംഗിലായാലും, ഇപ്പൊ എനിക്ക് 1 മണിക്കൂർ കൊണ്ട് കൗൺസിലിംഗ് കൊണ്ട് ഒരുപാട് ഫാമിലി ഞാൻ ഓക്കെ ആക്കുന്നുണ്ട്. ഡൈവേഴ്സിന്റെ വക്കിൽ നിന്ന് ഒരുപാട് ഫാമിലി, കഴിഞ്ഞ മാസം തന്നെ 10-20 ഫാമിലി ഓക്കെ ആക്കി. ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് അവർ ഒരുമിച്ച് യാത്രയായി പോകുന്നു. അപ്പൊ മനുഷ്യന്റെ മനസ്സ് മാറ്റാൻ നിമിഷം കൊണ്ട് പറ്റും. വീഡിയോ എടുക്കാൻ വേണ്ടി വരും. ഇവിടെ ഇരിക്കാതെ ഇങ്ങനെ ചന്ദ്രൻ ഇങ്ങനെ ഞാൻ പിടിച്ചോട്ടെ. ഓക്കെ. അപ്പൊ നിങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിക്കാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. മറ്റു പലയിടത്തും ക്ലാസ് എടുത്തെങ്കിലും ഇത്രയും ഒരു സംതൃപ്തി. കാരണം ഒരേപോലെ നോളജ് ഉള്ള ആൾക്കാരുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഈ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും അവർ ശ്രദ്ധിക്കുന്നു എന്ന് കാണുമ്പോഴേ നമുക്കൊരു അധ്യാപകൻ എന്ന നിലയ്ക്ക് നമുക്ക് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ. ഞാൻ ടീച്ചറായിട്ടും ക്ലാസ്സുകൾ ട്രെയിനറായിട്ടും ഒക്കെ 40 കൊല്ലത്തോളം ആയെന്ന് പറയാം. 40 കൊല്ലത്തിൽ കൂടുതലായി ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ ഒരു പാഷനാണ് ട്രെയിനിങ്, അതുപോലെ ടീച്ചിങ്. ഓക്കെ. നമുക്കും സന്തോഷം സാറ്. സാറ് പ്രത്യേകിച്ചും വോളണ്ടറിലി ഇതുപോലെയുള്ളൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് ക്ലാസ് എടുക്കാനായി കാണിച്ച മനസ്സിന്, സാറിനെ പോലെ ഒരാളൊക്കെ നമുക്കും സന്തോഷം. അല്ലേ സജിന മാം? യെസ് സർ. അബ്ദുൾ സർ, ഐ സെക്കൻഡ് യു. വണ്ടർഫുൾ സെഷൻ. കേട്ടോണ്ടിരിക്കുക. പോസിറ്റിവിറ്റി നമുക്കും ഉണ്ടാവും.
തീർച്ചയായിട്ടും നമുക്ക് നമ്മളിപ്പോഴും നമുക്കൊരു ഡ്രീം പൊസിഷൻ ഉണ്ട്, അതുപോലെ നമ്മൾ മാറണം. അപ്പൊ നമ്മൾ ഓരോ നിമിഷവും നമ്മളെ തന്നെ വാച്ച് ചെയ്യണം, എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരണം. ഇപ്പോഴും ആരെങ്കിലും കളിയാക്കിയാൽ എന്റെ ഒരു മിസ്റ്റേക്ക് പറഞ്ഞാൽ എനിക്ക് പ്രയാസം വരുന്നുണ്ട്, അത് മാറണം. അപ്പൊ അവരുടെ വാക്കുകൾക്ക് ഞാൻ അമിതമായ പ്രാധാന്യം കൊടുക്കുന്നു. നമ്മൾ അതിന്റെയൊക്കെ ഉപരിയായിരിക്കണം. നമ്മൾ ഫ്ലോട്ട് ചെയ്ത് എല്ലാത്തിനെയും മേളിൽ നിൽക്കണം. നമ്മൾക്ക് സൂപ്പർ മൈൻഡ് ആവണം, സാധാ മൈൻഡ് അല്ല. ആർക്കും വേണമെങ്കിലും എന്ത് അഭിപ്രായവും പറയാം, അത് അവരുടെ അഭിപ്രായം. നമുക്കാണ് ശരിക്കും അറിയാവുന്നത്, നമ്മുടെ മനസ്സിന്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും ക്ലാസ്സുകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. Sir, once again, thank you so much. താങ്ക് യു സർ.